അത് മൈക്കിന് എന്തോ കുഴപ്പം പറ്റി, അതാണ്. ഓക്കെ. അപ്പോ ഇന്നത്തെ മിഡ് നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പ്രത്യേകിച്ചും പുതുമക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മദ്യാസക്ത രോഗം, എന്താണ് നമ്മുടെ ജീവിതം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ജീവിതം എന്താണ്, അത് നമ്മളെങ്ങനെ ബാധിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമുക്ക് കുറെ അധികം കാര്യങ്ങൾ, ഇതൊരു രോഗം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ സമീപിക്കുന്നത്. ശാസ്ത്രീയമായിട്ടും നമ്മുടെ അനുഭവ സമ്പത്തുകളും കണക്കിലെടുത്താണ് നമ്മൾ മദ്യാസക്ത രോഗത്തെ പറ്റി സംസാരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ തടസ്സം നിൽക്കുന്നത്, ഒരു മദ്യാസക്ത രോഗി എന്നൊക്കെ വിളിക്കുന്നത് ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു അസംബന്ധമായിട്ട് തോന്നും. മദ്യാസക്ത രോഗി, അത് എന്ത് രോഗി? അപ്പോ അത് അസംബന്ധമായിട്ട് തോന്നും. കാരണം വെച്ചാല് അങ്ങനത്തെ ഒരു വിളി അവർ കേട്ടിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആകെപ്പാടെ ഈ മദ്യാസക്ത രോഗം എന്നൊക്കെ പറഞ്ഞാൽ അറിയുന്നത്, കുറച്ച് മദ്യം കഴിച്ച് ഒന്ന് മയങ്ങി പോവുക, അല്ലെങ്കിൽ ബോധത്തിന് എന്തെങ്കിലും ചെറിയ തകരാറ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, അല്ലെങ്കിൽ മദ്യം കഴിച്ചൊന്ന് ഛർദിച്ച് അവശനായി പോവുക, അല്ലെങ്കിൽ നടക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അസഭ്യമൊക്കെ പറയുക, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു കളയുക, എന്തെങ്കിലും ഒരു വാക്കുതർക്കൊക്കെ ഉണ്ട്, അത്രയൊക്കെ ഉള്ളു. അവരുടെ അഭിപ്രായത്തില് മദ്യപാനം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളു. ഇത് എത്രയോ സൂപ്പർഫിഷ്യലായി, എത്രയോ ഉപരിപ്ലവമായിട്ടുള്ള ഒരു അറിവാണത് മദ്യപാനത്തെക്കുറിച്ച്. മദ്യപാനത്തെക്കുറിച്ച് വളരെ അധികം ഗഹനമായിട്ടുള്ള നല്ലൊരു അറിവ് ഉള്ള ഒരാൾക്ക് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അറിവ്, ഉപരിപ്ലവമായിട്ടുള്ള അറിവുള്ള ഒരാൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അയാൾ അത്രമാത്രം ബുദ്ധിമാനായിരിക്കണം. അപ്പോൾ ഇത് ഉപരിപ്ലവമായിട്ട് പുറമേ മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല, വളരെ വളരെ ഡീപ്പായിട്ട്. കാരണം ഇതില് ഒരാളുണ്ട്, ആ ആള് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആ പ്രശ്നങ്ങൾ, അത് അയാളിൽ നിന്നാണ് തുടങ്ങുന്നതെന്നും അത് അയാളിലാണ് അവസാനിക്കണമെന്നുള്ള വളരെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ജ്ഞാനം സമ്പാദിക്കാനുണ്ട് അയാൾക്ക്. നിർഭാഗ്യവശാല് എത്രയോ വർഷങ്ങള് പിന്നിട്ട് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അങ്ങനെ ഒരു ചിന്തയൊക്കെ അയാളുടെ മനസ്സിൽ കൂടി പോകുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും അയാൾ അങ്ങനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം കാണിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു ബുദ്ധിശക്തി അയാൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അന്നേരത്തേക്കും സമയം വളരെ വൈകിപ്പോവും, വളരെ വളരെ അധികം സമയം വൈകിപ്പോവും. അപ്പോ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഒരു ജ്ഞാനം. ഈ മദ്യപാനം കൊണ്ട്, അതിപ്പോ അയാളൊരു സാധാരണഗതിയിൽ ഒരു സോഷ്യൽ ഡ്രിങ്കർ, ഒരു എല്ലാവർക്കും പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു മദ്യപാനി എന്നുള്ള രീതിയിൽ അയാൾ മനസ്സിലാക്കുന്ന രീതിയിൽ തുടങ്ങാം. ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിൽ വെച്ച് നമുക്ക് തുടങ്ങാം. കാരണം അത് അയാൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റ് മദ്യപാനി എന്ന് വിചാരിച്ച് വളരെ ശക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ചിലപ്പോ ഒരു സാധാരണ മദ്യാസക്തൻ വളരെയധികം ദേഷ്യപ്പെടും, കോപാകുലനായേക്കും. ചിലപ്പോ അയാൾ ആ വാക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു മദ്യപാനി
അങ്ങനെ അയാൾ അറിയാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അയാള് വിചാരിക്കുന്നതും അയാൾ പ്രവർത്തിക്കുന്നതും സമൂഹത്തിൽ ഇടപെടുന്നതൊക്കെ മദ്യം അയാളുടെ കസ്റ്റഡിയിലാണ്. അയാൾക്ക് നിയന്ത്രിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതിന് പകരം അയാളെ മദ്യപാനി എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു മോശപ്പെട്ട വാക്ക് വിളിക്കണം എന്നുള്ള ധാരണയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കംപ്ലീറ്റ് ഒരു പെശകാണ്. ഈ കൺഫ്യൂഷൻ മുഴുവൻ അയാൾ തീർക്കണം. ഏതൊരു പാട്ടുണ്ടല്ലോ, കൺഫ്യൂഷൻ തീർക്കണം എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ഇങ്ങനെ അയാള് ഈ അറിവിന്റെ കാര്യത്തിലുള്ള അയാളെ കൺഫ്യൂഷൻ തീർത്തില്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും ചിലപ്പോ ഈ മാരകമായിട്ടുള്ള ഇത് പറഞ്ഞു വരുമ്പോഴും അത് എത്ര മാരകമാണെന്ന് മനസ്സിലാവും. ഇപ്പൊ മനസ്സിലാവില്ല. അപ്പൊ ആ മാരകം എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ കൂടി മരിക്കുന്ന ഒരു സംഗതിയാണല്ലോ ഏറ്റവും മാരകം എന്ന് പറഞ്ഞാൽ. ഏറ്റവും മാരകമായിട്ടുള്ള അവസ്ഥ അതാണ്. ഒത്തിരി രോഗങ്ങൾ വരിക, ഒത്തിരി യാതനകൾ ഉണ്ടാകുക, ഒത്തിരി അനുഭവങ്ങൾ, അതിൽ കൂടി ജീവിതം തന്നെ ഇല്ലാതാകുക. അതല്ലേ മാരകം. നേരത്തെ മരിക്കുക. ആ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് മാരകമാണ്, ഒരു സംശയമില്ല. അപ്പൊ അതിന് തെളിവുണ്ട്. മാരകമാണെന്നുള്ളതിന് തെളിവൊക്കെ ഉണ്ട്. തെളിവില്ലാത്തൊരു കാര്യമൊന്നുമില്ല പറയുന്നത്. കാരണം വെച്ചാല് ഇപ്പോ ലോകാരോഗ്യ സംഘടന തന്നെ 1-ാം നമ്പർ മരണത്തിന്റെ സാധ്യത മദ്യാസക്ത രോഗവും മറ്റു ലഹരി വസ്തുക്കളും കൂടി ചേർന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മരണം. അത് ഹൃദ്രോഗമോ വേറെ രോഗമൊന്നുമല്ല. മദ്യത്തിന്റെ കൂടെ മറ്റു ലഹരി ഉപയോഗിക്കാത്തവർ വളരെ കുറച്ച് പേരുള്ളൂ, വളരെ ചുരുങ്ങിയ വിരലെണ്ണാവുന്നവരുള്ളൂ. മദ്യം മറ്റു ലഹരികൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിൻ്റെ ഉള്ളില് ഇത് മാത്രമല്ല, മാനസിക രോഗം കൂടി അതിൻ്റെ ഉള്ളിലുണ്ടാകും. അതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് പറയുന്നത് ഒരു മദ്യാസക്തൻ എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗി എന്നുള്ളതാണ്. ഞാൻ പറയണതല്ല കേട്ടോ, ഞാൻ വെറുതെ പറയണതല്ല. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്ന സംസാരിക്കുന്ന അറിവ് പകരുന്ന 2 ഗ്രന്ഥങ്ങൾ പറയുന്നതാണ് ആൽക്കഹോളിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസീസ്. ഒരാൾക്ക് ഒരു മാനസിക രോഗായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോന്ന് എനിക്ക് തോന്നണില്ല ഈ ലോകത്ത്. അപ്പൊ ഇറ്റ്സ് എ മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസീസ്. ഇതിന്റെ തെളിവുണ്ട്. ICD-10 എന്ന് പറഞ്ഞ പുസ്തകം എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ അങ്ങ് അടിച്ചു നോക്കിയാലും മതി. ICD-10 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസീസ്. അത് വെറുതെ അവിടെ എഴുതി വെക്കൂല അങ്ങനെ. മറ്റൊന്ന് DSM-5 എന്ന് പറഞ്ഞ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ, അവരും എഴുതി വെച്ചേക്കണ പുസ്തകമുണ്ട്. അതിലും മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസീസാണ്. അപ്പോൾ അതിന് കാരണം എന്താണ്? കാരണം അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആൽക്കഹോൾ യൂസ്, മദ്യത്തിന്റെ ഉപയോഗം. ആ ഉപയോഗം പലതരത്തിലുണ്ട്. വല്ലപ്പോഴും ഒരു പരീക്ഷണം, മിക്കപ്പോഴും ഉള്ള ഒരു ഉപയോഗം, സ്ഥിരമായിട്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ കുടിച്ച് ബോധം കെടാനുള്ള ഒരു ഉപയോഗം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2-3 ദിവസം വളരെ അധിക അളവിൽ ഉപയോഗം, അല്ലെങ്കിൽ നിത്യേന കുറേശ്ശെ ഉപയോഗം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഉപയോഗത്തിൽ കൂടി ഒരാൾ മദ്യത്തിന്റെ മറ്റ് ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ ഒരു ആശ്രിതനായിട്ട് മാറുക. അത് ശരീരത്തോടും തലച്ചോറിനോടും ശരീരത്തിലെ അവയവങ്ങളോടും പറയുന്ന ആ രീതി, ആ സ്വഭാവം ഏറ്റുവാങ്ങി അതിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ. അതാണ് അവസാനത്തെ അവസ്ഥ. ഇതെല്ലാം ചെയ്യുന്ന അവസാനിക്കുന്ന അവിടെയാണ്. ഒരു ആൽക്കഹോൾ ഡിപ്പെൻഡന്റ് എന്ന് പറയും. ഈ വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇംഗ്ലീഷിൽ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ആൽക്കഹോൾ ഡിപ്പെൻഡന്റ് സിൻഡ്രോം എന്ന് പറയും, ADS എന്ന് പറയും. ഇപ്പൊ അതിന്റെ കൂടെ അയാൾ സിഗരറ്റ് വലിക്കുന്ന ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു രോഗം കൂടിയുണ്ട്, ഡബിൾ രോഗമായി, നിക്കോട്ടിൻ ഡിപ്പെൻഡന്റ് സിൻഡ്രോം. അപ്പൊ നിക്കോട്ടിനെയും
തലച്ചോറിൽ നിക്കോട്ടിനെ അനുസരിച്ച്, ആൽക്കഹോളിനെ അനുസരിച്ച്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അനുസരിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു മാനസിക പെരുമാറ്റ വൈകൃതങ്ങളുള്ള ഒരു രോഗി എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു രോഗത്തിലൊന്നും ചെന്ന് ചാടി ജീവിതം കളയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മളുടെ അറിവ്, ഈ കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ശാസ്ത്രീയമായ അറിവ്, അനുഭവത്തിലൂടെയുള്ള അറിവ്, അതിനെ അതിജീവിക്കുന്ന രീതിയിലാണ് ഈ മദ്യവും മറ്റു ലഹരി വസ്തുക്കളും നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ മറികടക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മള് എല്ലാവരും ചെയ്യുന്ന പോലെ അനുകരിക്കുന്നു. ഒരു മിമിക്രി, ഒരുത്തൻ ഒരു വലിയ പ്രൊഫസർ അല്ലെങ്കിൽ ഒരു ജഡ്ജി അല്ലെങ്കിൽ ഒരു വക്കീൽ, ഒരു ഫിലിമിലൊക്കെ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ സമൂഹത്തിലെ വലിയൊരാള്, ഒരു അധികാരി, അവനൊക്കെ കുടിക്കുമ്പോഴത്തേക്കും പിന്നെ ഇത് കൊടിയൊരു രോഗമാവും. അപ്പൊ അയാളൊക്കെ വലിയ അറിവുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഇതൊരു മിമിക്രി, മിമിക്രി. കുടിക്കുന്ന ഒരാളെ അനുകരിച്ച് ചെയ്യുന്ന ഒരു 50% ആൾക്കാർ അങ്ങനെ മിമിക്രിയാണ്. മറ്റൊരാൾ കുടിക്കുന്നത് കണ്ട് അവന് എന്തോ ഒരു അസാധാരണ സന്തോഷം, ഒരു എന്തോ അവൻ അനുഭവിക്കുന്നുണ്ട്, ജീവിതത്തിൽ ഇല്ലാത്ത എന്തോ ഒരു സന്തോഷം അവൻ അനുഭവിക്കുന്നുണ്ടെന്നുള്ള തെറ്റായ ഒരു ധാരണ, അതിൻ്റെ പുറകിലുള്ള ഒരു ആർത്തി, അതിൻ്റെ മുകളിലെ ഒരു ഈഗോ, അഹന്ത, താനും അതിൽ പോലെ ഒരു വലിയ സംഭവം ആകണം എന്നുള്ള ഒരു ധാരണ, അതിൻ്റെ മുകളിൽ തല വെച്ചു കൊടുക്കുകയാണ് ബഹുഭൂരിപക്ഷ ആൾക്കാർ. അത് ഇപ്പൊ ചെറുതിലെ കുട്ടികൾ, 10-15 വയസ്സുള്ള കുട്ടികളിലേക്ക് മദ്യപാനം എത്തിച്ചേർന്നു. അതിന്റെ കാരണം എന്താണ്? ആ കുട്ടിയുടെ മനസ്സ് ആഗ്രഹിക്കുന്ന എന്താണ്? വലിയ ആളുകളെ പോലെ തനിക്ക് പെട്ടെന്ന് വലുതാകണം, അതുപോലുള്ള സന്തോഷങ്ങൾ എനിക്കും വേണം, എനിക്കും അത് അനുഭവിക്കണം. അങ്ങനെയാണ് ഇപ്പൊ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ 27 വയസ്സ്, 10 മുതൽ 27 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ, ടീനേജ് മുതൽ പ്രായപൂർത്തിയിലേക്ക് കടക്കുന്ന പെൺകുട്ടികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിച്ചുള്ള ആത്മഹത്യ. കാരണം എന്താണ്? അവർക്ക് ആഗ്രഹം പെട്ടെന്ന് ഇങ്ങനെ ഉള്ള സന്തോഷങ്ങൾ, ആനന്ദം അതൊക്കെ അനുഭവിക്കണം. അത് അവർ ഉപയോഗിച്ചു, അവരത് അനുഭവിച്ചു. അതവരെ നയിച്ചത് എന്തിലേക്കാണ്? തലച്ചോറിന്റെ ഡാമേജിലേക്ക്. വലിയ ഓവർലോഡഡ് ആയിട്ടുള്ള മദ്യത്തിന്റെ തലച്ചോറിലുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം കൊണ്ടുണ്ടായ മാനസിക രോഗം, ആ മാനസിക രോഗത്തിനുള്ള ആത്മഹത്യ, അതാണ് അതിന്റെ സൈക്കിള്. ഇത് അവര് തന്നെ ഗവേഷണം നടത്തി അവര് തന്നെ കണ്ടുപിടിച്ച കാര്യമാണ്. അപ്പൊ ഇതെല്ലാം തെളിവുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്ന എന്തിനാണ്? നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിൽ നമുക്ക് രക്ഷപ്പെടണം, നമുക്ക് ജീവിക്കണം, നമുക്കിത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് മതി നിർത്തുന്നൊക്കെ. മനസ്സിലാക്കണം ഇത് എന്ത് സൂക്കേടാണ്, എങ്ങനെ നമ്മൾ രക്ഷപ്പെടാൻ പറ്റും, എന്തൊക്കെയാണ് ഇതിന്റെ മാരകമായ രോഗലക്ഷണങ്ങൾ, അതിന് എവിടെയൊക്കെ സഹായം കിട്ടും, എങ്ങനെ രക്ഷപ്പെടാം. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഈ ആത്മഹത്യയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ലോകത്തിലെ ഒരു 50 മുതൽ 80% ആൾക്കാർ, സാധാരണ മനുഷ്യർ, ഒരിക്കലെങ്കിലും ആത്മഹത്യയെ പറ്റി അവർ ആലോചിച്ചിട്ടുണ്ട്, ഒരു ആശയം അവരുടെ മനസ്സിൽ കടന്നിട്ടുണ്ട്. ഇതും ശാസ്ത്രീയമായ പഠനത്തിലൂടെയാണ്. സാധാരണ ജനങ്ങളെ, അത് അസുഖമുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം, നോർമലായിട്ടുള്ള ആൾക്കാരുണ്ടാകും, അങ്ങനെ ഒരു 100 പേരെ ഒരു ക്വസ്റ്റ്യനെയർ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ 50 മുതൽ 80% ആൾക്കാർ പറഞ്ഞത് ഒരിക്കലെങ്കിലും അവർ ആത്മഹത്യയെ പറ്റി ആലോചിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ആശയം മനസ്സിൽ കൂടി കടന്നു വരുന്നത്. പക്ഷെ അത്ര ആൾക്കാർ മരിക്കുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ മരിക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക്
ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ പോലും അപ്പോ നമ്മള് അതിലേക്ക് നമ്മൾ ചെല്ലുന്നില്ല. അതിന് കാരണം എന്താണ്? ഈ ലോകത്തില് നമുക്ക് അത് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ലോകം നമ്മളെ ആകർഷിക്കുന്നുണ്ട്. അത് നമ്മുടെ ബന്ധങ്ങളാകാം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ആകാം, നമ്മുടെ സ്നേഹമായിരിക്കാം, നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിലും നമ്മൾ മരിക്കുന്നില്ല. കാരണം ഈ ലോകം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. കണ്ടും കേട്ടും സ്പർശിച്ചും നമ്മൾ രുചി ഗന്ധം ഒക്കെ അറിഞ്ഞിട്ടും നമുക്കുണ്ടാകുന്ന ആ ധാരണകൾ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ അറിവ്, അതിൽ കൂടി നമ്മൾ ഈ ലോകത്തെ മനസ്സിലാക്കാനുള്ള ക്യൂരിയോസിറ്റി, ആകാംക്ഷ, അത് ഓരോ ദിവസവും നമ്മളിൽ വളർന്നു വരിക. ചെറിയ കുഞ്ഞു കുട്ടിയാകുന്ന സമയം മുതൽ ആ ആകാംക്ഷ, അതറിയാനും മനസ്സിലാക്കാനുമുള്ള വളർച്ച നമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് നയിക്കുകയെന്നത്, നമ്മൾ പുറകോട്ട് കൊണ്ടുപോകുന്നില്ല. പക്ഷെ പുറകോട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ ഗൗരവമായിട്ടുള്ള സംഗതിയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഈ മുമ്പോട്ട് വളർച്ച ഉണ്ടാക്കുന്നത് ഈ ലോകത്തെ മനസ്സിലാക്കാനുള്ള ഈ നമ്മുടെ ഉള്ളിലുള്ള അവയവം എന്താണ്? ആ അവയവം നമ്മുടെ ബ്രെയിൻ, തലച്ചോറ് എന്ന് പറയും. അതിപ്പോ ഇതിൽ ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. മറ്റേതൊക്കെ ചിലപ്പോൾ ആവർത്തനമായിട്ട് തോന്നും. ഒരു 1.2 കിലോഗ്രാം തൂക്കമുള്ള ഒരു സാധനം നമ്മുടെ തലയോട്ടിക്കുള്ളിലുണ്ട്. അതിന്റെ കഴിവുകൾ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഴിവ് കൊണ്ടാണ് മറ്റ് ഇതര ജന്തുക്കളിൽ നമ്മൾ എത്ര അപാരമായിട്ടുള്ള ജീവികളായി നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത് പോലും അതിന്റെ ഒരു കഴിവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രെയിൻ, ഒരു തലച്ചോറ്, ആ തലച്ചോറിന്റെ ഒരു അസാധ്യമായിട്ടുള്ള ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു രോഗമാണ് ഈ മദ്യാസക്ത രോഗം. ഈ തലച്ചോറ് എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കുന്നത് മുഴുവനും ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൊണ്ടാണ്. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്. ഇതിന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും തലച്ചോറിന്റെ. അവിടെ കുറെ ഇലക്ട്രോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടു കാണും. EEG, ഇലക്ട്രോ എൻകഫലോഗ്രാം, തലച്ചോറിലെ ഇലക്ട്രിസിറ്റി അളക്കുന്ന ഒരു ഉപകരണമാണ്. അത് കണ്ടുപിടിച്ച് അപസ്മാരം ഉണ്ടാകുമെന്നോ വേറെ പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. ഒരാളുടെ തലച്ചോറ് പ്രവർത്തനം നിന്നുപോയോന്ന് അറിയാൻ പറ്റും. അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വെറും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മറ്റേതിൽ കുറെ വേവ്സ്, കുറച്ച് ഇങ്ങനെ തരംഗങ്ങൾ പോലെ, ഇങ്ങനെ വേവ്സ് പോലെ, തിരമാലകളുടെ ഇതുപോലെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള ഇതുണ്ടാവും. അതിന് പകരം ഒരു നേർവരയായിരിക്കും. അതിന്റെ അർത്ഥം അതിൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നില്ലെന്നർത്ഥം. അപ്പൊ ആ ഇലക്ട്രിസിറ്റി തീർന്നു കഴിഞ്ഞാൽ മരണമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലും എല്ലാ അവയവങ്ങളിലും ഓരോ കോശങ്ങളിലും ഇലക്ട്രിസിറ്റി ഉണ്ട്. ഈ ഇലക്ട്രിസിറ്റി എന്തെല്ലാം പ്രവർത്തനം നടത്തുന്നു? ഒത്തിരി കെമിക്കൽ റിയാക്ഷനെ സഹായിക്കുന്നു, സന്ദേശങ്ങൾ എത്തിക്കുന്നു, ഈ ലോകത്തെക്കുറിച്ചുള്ള ധാരണ നമ്മളിൽ ഉണ്ടാക്കുന്നു. നമുക്ക് പലതരം വികാരങ്ങൾ ഫീൽ ചെയ്യുന്നു. നമ്മുടെ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് സാധിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഉറക്കത്തിൽ തന്നെ നമുക്കൊരു എന്തെങ്കിലും ഒരു വേദനയുള്ള സംഗതി നമ്മൾ ഞെട്ടി എഴുന്നേക്കുന്നു. നമ്മുടെ ശരീരത്തിലെ മിക്കവാറും അവയവത്തിന്റെ മുകളിൽ തലച്ചോറിന് അതിന്റെ കൺട്രോൾ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ശ്വാസം എടുക്കുന്നതിൽ നമ്മളത് അറിയുന്ന പോലുമില്ല. ശ്വാസം എടുക്കുന്നതും വിടുന്നതും അറിയുന്നില്ല. അതുപോലെ നമ്മുടെ ഹൃദയം മിടിക്കുന്നതും അതിന്റെ ബ്ലഡ് പ്രഷർ, അങ്ങനെ രക്തം പമ്പ് ചെയ്യുന്നതും നമ്മൾ അറിയുന്നില്ല. നമ്മളെ അറിയിക്കാതെ ശരീരം അതങ്ങനെ, അതിന് കഴിവുണ്ട്. നമ്മളെ അറിയിക്കാതെ ആ പണി നടത്താനുള്ള കഴിവ് അതിനുണ്ട്. അങ്ങനെ എത്രയോ
വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ തലച്ചോറിന്റെ കസ്റ്റഡിയിലാണ് നടക്കുന്നത്. അപ്പൊ ഈ കാര്യം ഒരു വലിയ വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ല, ഒരു സാധാരണ ആൾക്ക് പോലും മനസ്സിലാക്കുക. ഇത് എന്റെ തലച്ചോറിന്റെ പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു സുബോധത്തോടു കൂടി, നല്ലൊരു ബോധത്തോടു കൂടി എന്നെ ഉപദ്രവിക്കാതെയും എനിക്കെതിരായിട്ട് പ്രവർത്തിക്കാതെയും മറ്റുള്ളവരിലേക്ക് കയറി ഇടപെട്ട് അവരെ ഉപദ്രവിക്കാതെയും എന്റെ മനസ്സ് ഈ ശരി തെറ്റുകള് തിരിച്ചറിഞ്ഞ് ഭ്രാന്താകാതെ ജീവിക്കുന്നത് എന്റെ തലച്ചോറിന്റെ മേന്മ, ക്വാളിറ്റി കൊണ്ടാണെന്നുള്ള കാര്യം വിദ്യാഭ്യാസമുള്ള ആളും ഇല്ലാത്ത ആളും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ജീവിതം കൊണ്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അനുഭവത്തിലൂടെയുള്ള കാര്യമാണ് അതൊക്കെ. അപ്പൊ ഒരാള് ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി ചെന്ന ഡോക്ടർ അയാളുടെ കണ്ണിലേക്ക് ഒരു ലൈറ്റ് അടിച്ചു നോക്കും. അയാളുടെ കണ്ണിന്റെ ഉള്ളില് ഒരു പ്യൂപ്പിൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് തലച്ചോറുമായിട്ട് നേരിട്ടുള്ള കണക്ഷനാണ്. അപ്പൊ അത് ആ ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ അത് ചുരുങ്ങും വികസിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഇലക്ട്രിസിറ്റി പാഞ്ഞു പോകുന്നുണ്ട്, അത് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, ഇങ്ങോട്ടൊരു റെസ്പോൺസ് ഉണ്ടെന്ന് മനസ്സിലാവും. ഡോക്ടർ അടിച്ചു നോക്കുമ്പോഴത്തേക്കും പക്ഷെ അതിങ്ങനെ വികസിച്ചിരിക്കുകയാണ്, അത് ചുരുങ്ങുന്നില്ല. അത് ഈ ലൈറ്റ് അടിച്ചപ്പോൾ ഒരു റിയാക്ഷനും ഇല്ല. ഡോക്ടർക്ക് പെട്ടെന്ന് സെക്കൻഡിനുള്ളിൽ ഡോക്ടർക്ക് മനസ്സിലാവും ഇയാൾ മരിച്ചിരിക്കുന്നു. ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിന്റെ മിടിപ്പില്ല, മരിച്ചിരിക്കുന്നു. അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ ബന്ധുക്കൾക്ക് അയാളുടെ അവയവങ്ങളൊക്കെ വേണമെങ്കിൽ ആർക്കെങ്കിലും ഡൊനേറ്റ് ചെയ്യാം. പക്ഷെ അയാളുടെ തലച്ചോറ് ഒരിക്കലും ഇനി പ്രവർത്തിക്കാൻ പോകുന്നില്ല, അത് മരിച്ചു കഴിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ഈ തലച്ചോറ് സുരക്ഷിതമായിട്ട് കൊണ്ടാണെന്ന് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി, ഈ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി, എല്ലാ ക്വാളിറ്റിയും, എല്ലാ ഉത്തരവാദിത്വം നമ്മുടെ ബ്രെയിനിലാണ്. ഈ പുറമേയുള്ള ഈ ലോകം, നമ്മുടെ അകമയുള്ള ലോകം, നമ്മുടെ ബന്ധങ്ങള്, നമ്മളറിയുന്ന യാഥാർത്ഥ്യങ്ങള്, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ കഴിവുകള് ഒക്കെ നമ്മുടെ തലച്ചോറിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനത്തിനെ ഉപദ്രവിച്ച് കളിക്കാനായിട്ട് നമുക്ക് അത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമായിട്ട് എനിക്ക് തോന്നുക. അപ്പൊ ആ രോഗത്തിന്റെ പേരാണ് അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് പറയും. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാക്കാണത്. അഡിക്ഷന്റെ പച്ച മലയാളത്തിലുള്ള വാക്ക് അർത്ഥം ഒട്ടിപ്പിടിക്കാന്നർത്ഥം. ഒരു പശ വെച്ച് ഒട്ടിപ്പിടിച്ച് അത് വേർപെടുത്താൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് അഡിക്ഷൻ. ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇപ്പൊ ആനന്ദം, സന്തോഷം അയാളുടെ തലച്ചോറിലേക്ക് കയറി, ഒത്തിരി മദ്യം കഴിച്ച ഉടനെ സന്തോഷം കയറി, ഉടനെ അവൻ വിചാരിക്കുകയാണ് ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം. അങ്ങനെ ഒരു ധാരണ ഉണ്ടായി, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി. പിന്നെ അവന്റെ തലച്ചോറിൽ നിന്ന് അത് പോകുന്നില്ല. ആ ചിന്ത, ആ തോന്നലും അതവിടെ ഒട്ടിപ്പിടിച്ചു, പശ വെച്ച് ഒട്ടിച്ചു. അത് പിന്നെ പറിച്ചെടുക്കാൻ പറ്റില്ല പെട്ടെന്നൊന്നും. ആ അവസ്ഥയാണ് അഡിക്ഷൻ. സോ അഡിക്ഷൻ ഈസ് എ വെരി വെരി ഡേഞ്ചറസ് പ്രോബ്ലം, വെരി ഹൈലി ഡേഞ്ചറസ്. അപ്പൊ ആ അഡിക്ഷൻ ഉണ്ടാക്കുന്നത് മദ്യം ഉണ്ടാക്കാം, മറ്റൊരു 5-8-10 ലഹരി സാധനങ്ങളുണ്ട്. നിക്കോട്ടിൻ, മദ്യം കഴിക്കുമ്പോൾ വലിക്കുന്ന സിഗരറ്റ്, ടൊബാക്കോ, അല്ലെങ്കിൽ അതിനുള്ള നിക്കോട്ടിൻ, അല്ലെങ്കിൽ കന്നാബിസ്, കഞ്ചാവ്, ഇതൊക്കെ നമ്മൾ കേരളത്തിൽ എല്ലാ ദിവസവും ഈ ടി വിയിലും പത്രത്തിലും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഒരു തമാശയായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ തമാശയൊന്നുമല്ല. ഇറ്റ് ഈസ് എ വെരി വെരി, കേരളത്തിന്റെ ഇന്നത്തെ ജീവിതത്തിന്റെ ക്വാളിറ്റി, അതിനി മുന്നോട്ട് പോകുമോ, ഇത് എത്രമാത്രം പോകും, അതിനെന്ത് ക്വാളിറ്റി ഉണ്ടാവും, അത് രക്ഷപ്പെടുവോ എന്നൊക്കെ അറിയുന്നതിന്റെ ഇതിന്റെ സ്ഥിതിവിവര കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോ ലോകത്തിലെ ഇപ്പൊ ലഹരിയെ പറ്റി ആലോചിക്കാനും അതിനെപ്പറ്റി ബോധവൽക്കരണം ചെയ്യാനൊക്കെ ഉള്ള ദിനമാണെന്നൊക്കെ പറയുന്നത്. എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് ഇന്നത്തെ ഒരു ദിവസം മാത്രം ആലോചിക്കേണ്ടതല്ല. ഈ ലോകം ജീവിച്ചിരിക്കുന്നിടത്തോളം, നിലനിൽക്കുന്നിടത്തോളം കാലം, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇപ്പൊ ഇന്ത്യയിൽ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള സ്ഥലമാണെന്ന് പറയുന്നത്. അപ്പൊ അതില് ഈ കേരളം, ഈ കൊച്ചു സ്ഥലം
ഇത് രക്ഷപ്പെട്ടത് ഭയങ്കര സംഭവം കേട്ടോ. വിദ്യാഭ്യാസം കൊണ്ടും പിന്നെ കുറച്ച് ആരോഗ്യത്തിന്റെ കാര്യത്തിലൊക്കെ ഉള്ളൊരു ഇതുകൊണ്ട് രക്ഷപ്പെട്ടൊരു സ്ഥലമാണ്. ഇതിപ്പോ ഇങ്ങനെ പോകുന്ന ഈ സ്ഥലം എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള ഒരു ചോദ്യമാണത്. അപ്പൊ ഇതിലിപ്പോ വന്നിരിക്കുന്ന ആൾക്കാർ ഭയങ്കര ഉത്തരവാദിത്വം ആ കാര്യത്തിലുണ്ട്. അവര് രക്ഷപ്പെടുക മാത്രമല്ല, ഈ ഒരു മഹത്തായ സന്ദേശം, ഈ ഒരു ജീവൻ മരണ പോരാട്ടത്തിലെ ഒരു സന്ദേശം, അത് ഇപ്പോഴും ഇത് അനുഭവിച്ചുകൊണ്ട് യാതനകൾ അനുഭവിച്ച് മരണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ സന്ദേശം കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തണം. അതൊരു ഭയങ്കര ഉത്തരവാദിത്തമാണ്. അത് ഭയങ്കര ഒരു ചികിത്സയാണ്. ഈ ലോകത്തിലെ ഭയങ്കര ഒരു അറിവാണത്, ഭയങ്കര തിരിച്ചറിവാണത്. അപ്പോ അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതില് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മളെ ഈ ജീവിതത്തില് വളരെയധികം ചെറിയ പരമാണുക്കള് ചേർന്ന് ലെയർ ബൈ ലെയർ അടുക്കി അട്ടിവെച്ച് ഇരിക്കുന്നൊരു സാധനമാണ്. അത് ജീവനില്ലാത്ത സാധനത്തിലും അതുണ്ട്. അതിപ്പോ ജീവനില്ലാത്ത ഏത് സാധനം എടുത്ത് നോക്കിയാലും അതിൽ ശാസ്ത്രീയമായി പരിശോധിച്ചാൽ പരമാണുക്കളുണ്ടാവും. ആറ്റം എന്ന് പറയും. അത് വിഭജിക്കാൻ പറ്റാത്തതാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ ശാസ്ത്രീയമായിട്ട് അതിനെ വിഭജിച്ചു. അതിൻ്റെ ഉള്ളിലും കണങ്ങളുണ്ട്. അപ്പോ വിദ്യാഭ്യാസമുള്ളവർക്ക് അറിയാതെ അതിൽ ന്യൂട്രോൺ എന്ന് പറഞ്ഞ ചാർജ് ഇല്ലാത്ത ഒരു സാധനമുണ്ട്. അതിന്റെ സെൻട്രൽ പോസിറ്റീവ് ചാർജുള്ള ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിന്റെ രണ്ടിന്റെ ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർബിറ്റല്, ഈ ഭൂമി സൂര്യനെ ചുറ്റുന്ന പോലെ ഇങ്ങനെ ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള സാധനമുണ്ട്. അതിന്റെ പേരാണ് ഇലക്ട്രോൺ എന്ന് പറയും. ഇലക്ട്രോൺ അതിങ്ങനെ കറങ്ങിക്കൊണ്ട്, ജീവനില്ലാത്ത നമ്മുടെ ഈ ചുറ്റുമുള്ള സാധനത്തിലെല്ലാം, ഈ ലോകത്തിലെ എല്ലാ സാധനത്തിലും അതുണ്ട്. പക്ഷെ ജീവൻ എന്ന് പറയണമെങ്കിൽ അതിന് കുറച്ചുകൂടി മുമ്പോട്ട് പോകണം. കുറച്ചുകൂടി അതിന് മാറ്റം വരും. ആ മാറ്റമാണ് കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഞാനീ പറഞ്ഞ സാധനം ഒരു കെമിക്കൽ സാധനമാണ്. ഇപ്പൊ ഹൈഡ്രജൻ, ഓക്സിജൻ ഇങ്ങനെയൊക്കെയുള്ള മൂലകങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ജീവൻ ഉള്ള വസ്തുവിൽ ഈ സാധനങ്ങളൊക്കെ, ഈ മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതില് ജീവൻ ഉണ്ടാകാൻ സഹായിച്ചത് അതില് കെമിക്കൽ റിയാക്ഷൻ, രാസപരിണാമം അതിൽ സംഭവിച്ചു. രാസപരിണാമങ്ങൾ സംഭവിച്ചു ഈ മൂലകങ്ങളുടെ ഉള്ളില്. അപ്പോൾ അത് പലതരത്തില് വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം കൂടി ചേർന്ന് അതിലിപ്പോ ഓക്സിജൻ, അതുപോലെ ഗ്ലൂക്കോസ്, ഫാറ്റ്, കൊഴുപ്പ്, പ്രോട്ടീൻ, അമിനോ അമ്ലങ്ങൾ, വൈറ്റമിൻസ്, വെള്ളം, ഇങ്ങനെ ഈ സാധനങ്ങൾ, ഈ രാസപദാർത്ഥങ്ങളൊക്കെ കൂടി ചേർന്നപ്പോൾ കോശങ്ങളുണ്ടായി. അത് ഏകകോശം ഉണ്ടായിരുന്നു, പിന്നെ ബഹുകോശം ജീവികൾ അങ്ങനെ ഉണ്ടായി. അങ്ങനെയുള്ള ബഹുകോശ ജീവികളിൽ ഒരു സാധനമാണ് നമ്മൾ ഹോമോസാപ്പിയൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇതിൽപ്പെട്ട കുരങ്ങ് വർഗത്തിൽപ്പെട്ട സ്പീഷീസ് എയ്പ്പ് എന്ന് പറയും. എയ്പ്പ്. അതിൽ ചിമ്പൻസിയുടെ ബ്രെയിനാണ് നമ്മളെ തലച്ചോറുമായിട്ട് ഏകദേശം ഒരു 3% വ്യത്യാസമുള്ളത്. ചിമ്പൻസിയുടെ തലച്ചോറും നമ്മളെ തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ആ 3% വ്യത്യാസത്തിൽ നമ്മൾ എത്രമാത്രം എത്രമാത്രം വളരെ വ്യത്യാസപ്പെട്ടാണ് നമ്മൾ തലച്ചോറ് പ്രവർത്തിക്കുന്നുള്ളതെന്ന് നമുക്കറിയാം. അത് നമ്മൾ ശാസ്ത്രമാണ് നമുക്ക് അതിനെല്ലാം വഴി കാണിച്ചു തന്നത്. ശാസ്ത്രം മനസ്സിലാക്കാൻ പറ്റുന്ന, ശാസ്ത്രം എന്താണെന്നും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു തലച്ചോറ് നമുക്കുണ്ടായി. അതാണ് അതിൻ്റെ ഒരു അവസ്ഥയിൽ അന്ന് നമുക്ക് നമ്മുടെ തലച്ചോറിനെ വെല്ലാൻ പറ്റുന്ന സ്പീഡിൽ പ്രവർത്തിക്കുന്ന, അതേ രീതിയിൽ അനുകരിച്ച് നമ്മളുണ്ടാക്കിയ കൃത്രിമ നിർമ്മിത ബുദ്ധിയുണ്ട്. അത് നമ്മളും ഈ മൊബൈലിലൊക്കെ ഉണ്ടാവില്ല. ഈ മൊബൈലിന്റെ ഉള്ളിലും
നിങ്ങളൊരു സാധനം അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സാധനം എത്തും. നിങ്ങളെ നിമിഷത്തിനുള്ളിൽ, സെക്കൻഡിന്റെ സ്പ്ലിറ്റ് സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് അത് എത്തും. അത് നിർമ്മിത ബുദ്ധിയുടെ പ്രത്യേകത. അപ്പൊ ആ ബുദ്ധിയിൽ, മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നാണ് നിർമ്മിത ബുദ്ധി ഉണ്ടാക്കിയെടുത്തേക്കണേ. അപ്പൊ മനസ്സിലാവില്ല മനുഷ്യന്റെ തലച്ചോറിന്റെ കഴിവ് എന്താണെന്ന്. ഭയങ്കര അപാരമായ അതിന്റെ കഴിവ് മനസ്സിലാവും. അപ്പൊ ഞാനൊരു സാധാരണ മനുഷ്യന്റെ കാര്യം പറയാം. അതായത് ലോകത്തെ കണ്ടു കഴിഞ്ഞാല് ആ കാഴ്ചയില്, കേൾവിയിലും ഒക്കെ കൂടി ലോകത്തിന്റെ ഒരു ഇമേജ്, അതിന്റെ ഒരു നിഴല് തലച്ചോറിലുണ്ടാവും. ആ തലച്ചോറ് അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ അത് പകർത്തി വെക്കും, ഓർമ്മയിൽ പകർത്തി വെക്കും, ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി, ഓർക്കാൻ വേണ്ടി. അപ്പൊ മെമ്മറി ഉണ്ടായി. പിന്നെ നമുക്ക് ഓരോ കാര്യത്തിലും നമുക്കൊരു ആവശ്യം, ഒരു പർപ്പസ് ഉണ്ടായി, ഒരു ലക്ഷ്യം ഉണ്ടായി, ഒരു ആകാംക്ഷ ഉണ്ടായി. അതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതിനെ നമ്മൾ പിന്തുടർന്ന് പഠിച്ചു മനസ്സിലാക്കി, നമ്മൾ പഠിക്കുന്തോറും നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിശക്തി നമുക്ക് ഉണ്ടായി. കാര്യങ്ങൾ നമുക്ക് പലതരത്തിൽ പരീക്ഷിക്കാൻ തോന്നി, നിരീക്ഷിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ അനേകം പേരങ്ങനെ ചെയ്ത കാര്യങ്ങൾ നമ്മളും ആവർത്തിച്ച് അത് ചെയ്തപ്പോൾ ശരിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ശാസ്ത്രം ഉണ്ടായി. അപ്പൊ അതിനെല്ലാം ഒരു ക്രമമുണ്ട്. ക്രമത്തിന്റെ ഉള്ളിലാണ് ശരീരം പ്രവർത്തിക്കുന്നത്. ക്രമം, അതിന്റെ ശക്തിയൊക്കെ അതാണ്. അപ്പൊ സാധാരണ ഈ ജീവനില്ലാത്ത ഇതിലുള്ള ശക്തികൾ അതിന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ശക്തി, ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും അതിന്റെ ഉള്ളിലുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ ഗ്രാവിറ്റി, ഭൂഗുരുത്വത്തിന്റെ പോലത്തുള്ള സംഗതി. അതുപോലെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ശക്തിയുണ്ട്. ഇപ്പൊ കോശങ്ങളുടെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ശക്തിയുണ്ട്. അതേപോലെ അതിന്റെ വേറൊരു രൂപം ഫിസിക്സിൽ ഉള്ള ആറ്റത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. അതിന് ഭയങ്കര ശക്തിയാണ്. ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള അതിഭീകരമായ ശക്തിയാണ്. ഏതാനും ഗ്രാം കൊണ്ട് ഹിരോഷിമയും നാഗസാക്കിയൊക്കെ ഭസ്മമാക്കി കളഞ്ഞു. അത്ര ഭയങ്കര ശക്തിയുണ്ട്. അതിലും കുറഞ്ഞ ശക്തി, വീക്കായിട്ടുള്ള ശക്തിയുണ്ട്. അങ്ങനെ പലതരം ശക്തികൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ശക്തി എല്ലാത്തിലുണ്ട്, ജീവനുള്ളതിലും ജീവനില്ലാത്തതുണ്ട്. പക്ഷെ ജീവൻ ഉള്ളതിൽ എന്താ പ്രത്യേകത? അത് വളരുന്നു, വികസിക്കുന്നു, മരിക്കുന്നു, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അത് ചീഞ്ഞ് നാറിപ്പോകുന്നു. ചത്ത് കഴിഞ്ഞിട്ട് ചീഞ്ഞ് നാറി ഒന്നുമല്ലാതാവുന്നു. അപ്പൊ ജീവന്റെ അടിസ്ഥാനം എന്താണ്? അത് ജീവൻ, അത് പകുതി വീതം, ഒരു പകുതി എന്താണ് ജനിതകം, പകുതി ജനിതകങ്ങൾ രണ്ടുപേരിൽ നിന്ന് സ്വീകരിച്ച് ഒരു മുഴുവനും ഉള്ള ഒരു ജനിതകം ഉണ്ടായി. ആ ജനിതകത്തിന് നിയന്ത്രിക്കാൻ പറ്റി. ഒറ്റ കോശമാണ്, ഒറ്റ സെല്ല്. അത് വിഭജിച്ച് ഒരു വലിയ ജീവി, ആ ജീവി വളർന്ന് വികസിച്ച് വലുതായി അതുപോലെയുള്ള മറ്റ് ജീവികളെ ഉണ്ടാക്കാൻ പറ്റി. അങ്ങനത്തെ വളർച്ച, വികാസം, അതുപോലെ സന്താനോൽപാദനം നടത്താം. അതാണ് ജീവന്റെ ലക്ഷണം. ജീവനില്ലാത്തതായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന് ചലനമുണ്ട്, ഇതിങ്ങനെ വളർന്ന് വികസിച്ച് മരിച്ചു, അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ അതാണ് നമ്മൾ ഇതൊക്കെ, ഇതിന്റെ എല്ലാം കൺട്രോള്, ഇതില് ഏറ്റവും കേന്ദ്ര കഥാപാത്രമാണ് നമ്മുടെ തലച്ചോറ്. അപ്പൊ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലെ ബോധമണ്ഡലം, ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാതിരിക്കണം, ഓരോന്നിനെ പറ്റിയുള്ള അറിവ്, ധാരണ, ശ്രദ്ധ, ഇന്നത് കഴിക്കാം, ഇന്നത് കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവ്, ലക്ഷ്യം, ഇതൊക്കെ തലച്ചോറിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന ഒരു തലച്ചോറിന് ഒരു രോഗത്തിലേക്ക്, ഒരു മാരക രോഗത്തിലേക്ക് പടിപടിയായിട്ട് വളർന്നു വരുന്ന ഒരു രോഗിയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ലഹരി വസ്തുക്കളാണ് മദ്യവും, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു ലഹരി വസ്തുക്കൾ. അത് അനേകം ലഹരി വസ്തുക്കളുണ്ട്. ചിലതിനെ പറ്റിയൊക്കെ പറയുന്നത് തന്നെ അബദ്ധമാണ്. കാരണം ചില ആളുകളുടെ തലച്ചോറിന് ഒരു പ്രത്യേകത ഉണ്ട്.
ഒരു ലഹരി വസ്തു ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്തത് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി, അത് ഒരു ആനന്ദമാർഗ്ഗമാണത്. അടുത്തത് എന്താണെന്ന് പരീക്ഷിച്ച് നോക്കാൻ, അതിന്റെ അടുത്തത് എന്താണെന്ന് പരീക്ഷിച്ച് നോക്കാൻ, അതാരെങ്കിലും പറഞ്ഞു കേട്ടാൽ മതി, അത് ഉടനെ അത് പരീക്ഷിക്കും. അങ്ങനെ 7, 8, 10 ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 10 ലഹരി വസ്തു ഉപയോഗിച്ചൊരു സുഹൃത്ത് എനിക്കുണ്ട്. അയാള് ജീവിച്ചിരിക്കുന്നുണ്ട്. അയാള് ഈ പ്രോഗ്രാമിൽ കൂടിയാണ് ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. 10 ലഹരി വസ്തുക്കൾ ഇങ്ങനെ പരീക്ഷിച്ച് അയാൾക്ക് എന്ത് കിട്ടിയാലും ഒന്ന് പരീക്ഷിക്കണം. അങ്ങനെ അയാൾ പോലും ഇന്നിപ്പോ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. അയാൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോ അയാൾ ഒരിക്കൽ അയാളുടെ ഭാര്യയും കൊണ്ട് എന്നെ കാണിക്കാൻ ഒരു ദിവസം അവിടെ വന്നിരുന്നു. അപ്പൊ അന്നൊന്നും അയാള് സോബറായിട്ടില്ല, അത്രയധികം സോബറായിട്ടില്ല. അപ്പൊ അയാളെ സഹിച്ച് ആ സ്ത്രീ പരസ്പരം എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരസ്പരം. അയാളുടെ കുട്ടികൾ അവർക്കുണ്ട്. അപ്പോൾ ആ പരസ്പരം, ആ സ്നേഹത്തിന്റെ ശക്തി എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം വെച്ചാല് ആ സ്ത്രീ, അയാൾക്കുള്ള സ്നേഹമുണ്ട്, അയാൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി സഹനം നടത്തിയിട്ടുണ്ട്. അപ്പോ അത് അയാളെ പറ്റി പറഞ്ഞപ്പോ അവര് ആ സൂക്കേട്, അവർക്ക് അപ്പോഴും സൂക്കേട് അനുഭവിക്കുന്ന സംഗതിയുണ്ട്. അവര് ആ ബ്ലൗസ് തുറന്നിട്ട് കരിക്കട്ട പോലെ കറുത്തു പോയിട്ട് ഉള്ള 2 മാംസ കഷ്ണം, അവരുടെ ബ്രസ്റ്റ്, തലയിൽ കൂടി ഈ പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോഴേ കരിഞ്ഞു പോയ 2 മാംസം അത് കാണിച്ചു തന്നു. ആ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റൂല ആ അവസ്ഥ. അയാള് അന്ന് ഒത്തിരി ലഹരി സാധനങ്ങൾ ഉപയോഗിച്ചോണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിൽ അയാൾക്ക് മാനസിക രോഗിയാണ്, അയാള് ഭ്രാന്തനാണ്. അവസ്ഥയിൽ അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ അത്. അപ്പോ ഞാൻ അയാളെ കണ്ടപ്പോൾ ഞാൻ പിന്നീട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങൾ എന്താണ് സ്വാധീനിച്ച് രക്ഷപ്പെടാനായിട്ട്, തിരിച്ചു വരവിന് നിങ്ങൾ എന്തെങ്കിലും സ്വാധീനിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞ നിർവ്യാജമായിട്ട് കുറച്ച് വാക്കുകൾ, അതെനിക്ക് വളരെ വലിയ സംഭവമാണ്. അത് സത്യത്തിൽ സത്യമായ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു, എന്നെ എല്ലാവരും സഹിച്ചു, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു, ഞാൻ പണം ഇല്ലാതായി, ജോലി ചെയ്യാൻ പറ്റാതായി. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ അയാൾ രക്തം ഛർദ്ദിച്ച് അയാൾ മരിക്കാറായി, മൃതപ്രായനായിട്ടുള്ള ഒരു അവസ്ഥയിൽ അയാളെ ഏതോ ഒരു ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയാനൊന്നും പറ്റൂല, ഒരു സെന്റർ, ഒരു കന്യാസ്ത്രീയാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു വളരെയധികം ഈ രോഗത്തെ പറ്റി കുറെ രോഗികൾക്കൊക്കെ നല്ല ശുശ്രൂഷയൊക്കെ കൊടുത്ത്, മനസ്സിലാക്കി കൊടുത്ത്, നല്ല മോനെന്നൊക്കെ വിളിക്കുന്നത്, അപ്പൊ അവരെ തലോടി ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പാവം കന്യാസ്ത്രീ. അവിടെ ചെന്നപ്പോ അയാൾ മരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ചെന്നത്. അപ്പൊ അന്ന് അതിന് കുറച്ച് ഡ്രിപ്പൊക്കെ കൊടുത്ത് അയാളുടെ മലമൂത്ര വിസർജ്യങ്ങളൊക്കെ അവര് വൃത്തിയാക്കി, സാരമില്ല പറഞ്ഞു, അവിടെ കിടത്തി ചികിത്സിച്ചു കുറെ ദിവസം, ഒരു 5-8 ദിവസം. അധികം പണം ചെലവാക്കി ചികിത്സിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ഒരു കെട്ടിടത്തിലാണ്. അപ്പോ അയാള് പറഞ്ഞ്, എനിക്ക് ആ സ്നേഹം, അവര് കാണിച്ച സ്നേഹം, അത് എന്നിൽ എവിടെയോ തട്ടി. എൻ്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ടെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. അങ്ങനെ അതിൽ നിന്നാണ് ഞാൻ തുടക്കം കുറിച്ചത്, രക്ഷപ്പെട്ടത് അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. ഒരു അല്പം സ്നേഹത്തിന് എന്തൊരു മാറ്റം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന് മരിക്കാറായപ്പോഴേ അയാൾക്ക് മനസ്സിലായത്. എന്തായാലും പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ കരിഞ്ഞ മാംസം പോലെയുള്ള അതൊക്കെയുള്ള ആ ശരീരമുള്ള ആ സ്ത്രീയുടെ കൂടെ അവര് കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് അയാൾ ജീവിക്കുന്നുണ്ട്. അത് ഈ പ്രോഗ്രാമിന്റെ ഗുണമാണ്. ആ പ്രോഗ്രാമിലേക്ക് ആ കന്യാസ്ത്രീ അയാളെ പറഞ്ഞു വിട്ടത്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഈ പ്രോഗ്രാം, അപ്പൊ ഇതിന്റെ വിലയാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്. അപ്പോ അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. അപ്പൊ അയാളിൽ എന്താണ് പ്രവർത്തിച്ചത്? അയാളുടെ തലച്ചോറിൽ ക്രമമില്ലാതായി. ഇത് മദ്യം ഉപയോഗിക്കുന്ന ആരുടെയും തലച്ചോറ് ക്രമമില്ലാതാവും. എന്താണ് ക്രമം എന്ന് പറഞ്ഞാൽ,
അതിന്റെ പ്രവർത്തനത്തിന് എല്ലാ തലച്ചോറിലെ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങൾക്കും ക്രമമുണ്ട്. ക്രമം, ഒരു ക്രമത്തിന്റെ ഉള്ളിലാണ് അത് പ്രവർത്തിക്കുന്നത്. അത് ഊർജം ഉണ്ടാക്കണം, ഇലക്ട്രിസിറ്റി ഇങ്ങനെ കടത്തിവിടണം, തലച്ചോറ് പ്രവർത്തിക്കണം, ശരീരത്തെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണം, അതിനുള്ള രക്തം, ഗ്ലൂക്കോസ്, അതൊക്കെ ചിട്ടയായിട്ട് അതിന് കിട്ടണം. അതിൽ കൂടി ഒരു ക്രമം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ജീവൻ നിലനിർത്താനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്രമം, അത് ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ, ക്രമം. ക്രമത്തിൽ നിന്ന് ക്രമത്തിലേക്കാണ് ശരീരം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരീരത്തിന്റെ ഈ ശക്തി ഉണ്ടല്ലോ, ഭയങ്കരമായ അപാരമായ ശക്തിയാണ്. അപ്പൊ അതിന് ഈ ക്രമം ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ക്രമം ഉണ്ടാക്കാൻ അത് കിണഞ്ഞു പരിശ്രമിക്കും. നിങ്ങളുടെ തലച്ചോറിന് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം നിങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ, നമ്മൾ അറിയാതെ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ. പക്ഷെ ആ ശരീരം എന്താണ് ചെയ്യുന്നത്? എത്രയോ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യത്തെ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്താണ് രക്ഷപ്പെടേണ്ട കാരണം? ക്രമം ഇല്ലായ്മ. മരിക്കാറായ ഒരവസ്ഥ, ന്യൂമോണിയ വന്ന അവസ്ഥയിൽ നിന്ന് പോലും ശരീരം, തലച്ചോറ് പ്രവർത്തിച്ച് ക്രമം ഉണ്ടാക്കാൻ നോക്കി. ആ ക്രമം അത് പിടിച്ചെടുത്തു. ആ ക്രമത്തിൽ നിലനിൽക്കാൻ പറ്റി. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടി. അപ്പൊ അതാണ് ശരീരം. ക്രമത്തിൽ നിന്ന് ക്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. എന്ന് ക്രമമില്ലായ്മയിലേക്ക് പോകുന്നു, അതിൻ്റെ ഇടയിൽ ഭൂരിഭാഗവും, ബഹുഭൂരിപക്ഷം, ഈ ഒന്നാം സ്ഥാനം ഈ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ചേർന്ന ഈ അഡിക്ഷൻ ഡിസീസിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത്. അപ്പോൾ അതിൽ കെമിക്കൽ തന്നെ വേണമെന്നില്ല. കെമിക്കൽ, ഈ രാസവസ്തുക്കൾ അഡിക്ഷൻ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ മനസ്സിന്റെ, തലച്ചോറിന്റെ പ്രവർത്തനത്തിലും ഇടപെട്ട് ഭ്രാന്തുണ്ടാക്കും, ക്രമമില്ലായ്മ ഉണ്ടാക്കും. അത് പലതരത്തിലായിരിക്കും, പല വിധത്തിലുള്ള മാനസിക രോഗങ്ങളായിരിക്കും. അല്ലെങ്കിൽ പല അവയവങ്ങൾക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും അത്. കാരണം ഈ അവയവങ്ങളുടെ മുകളിലൊക്കെ തലച്ചോറ്, ബ്രെയിനും ബോധവും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ ക്രമം ഇല്ലാതായി കഴിഞ്ഞാൽ കുറെ ഇത് പണി ചെയ്യും, ക്രമത്തിൽ നിന്ന് ക്രമത്തിലേക്ക് വരുത്താൻ. അത് ക്രമമില്ലായ്മയിലേക്ക് പോവും, വീണ്ടും ക്രമമില്ലായ്മയിലേക്ക് പോവും, വീണ്ടും ക്രമമില്ലായ്മ. അപ്പൊ അത് ഫെയിലിയർ ആവും. ഒരു സിസ്റ്റമാണിത്. ഒത്തിരി അവയവങ്ങൾ ചേർന്ന ഒരു സിസ്റ്റം എന്ന് പറയും. ഒരു കുറെ മെഷീനറി ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം പോലെ അത്. അവിടെ ഫെയിലിയർ ആവും. ഒരു കാറ് ഒരു ഫെയിലിയർ ആവും. സിസ്റ്റം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആവും. അത് ക്രമമില്ലായ്മ, അത് പിന്നെ ഓടൂല. അപ്പൊ അങ്ങനെ അത് ക്രമമില്ലായ്മയിലേക്ക് പോകും. അതാണ് മരണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണ വാക്ക് ചീഞ്ഞ് നാറിപ്പോവുക എന്നുള്ളതാണ്. അന്നേരം ഈ സാധനങ്ങളെല്ലാം വേർതിരിഞ്ഞു പോകും. ആറ്റമില്ല, കോശങ്ങളില്ല, അവയവങ്ങളില്ല, അത് ചീഞ്ഞു പോവുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ലഹരി വസ്തുക്കള് അക്രമം ഉണ്ടാക്കുന്ന മെഷീനറിയുടെ മുകളിൽ പ്രവർത്തിച്ച്, വളരെ ലളിതമാണ് സംഗതി, ക്രമമില്ലാതാക്കി, അവയവങ്ങളിൽ പ്രവർത്തിച്ച് അവയവങ്ങൾ അതല്ലാതാക്കി. എത്രയോ അവയവങ്ങൾ, അതിനെപ്പറ്റിയൊന്നും ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ലിവർ ഡിസീസ്, മസിൽ ഡിസീസ്, ഞരമ്പുകളുടെ കുഴപ്പങ്ങൾ, ഹൃദയത്തില് പ്രവർത്തനത്തിന് തകരാറ്, അതുപോലെ ഭക്ഷണം കഴിച്ചിറങ്ങിപ്പോയി അതിന്റെ ആ വഴി അവിടെ എല്ലാം എത്രയോ മാരക രോഗങ്ങൾ, 6-7 തരത്തിലുള്ള ക്യാൻസറുകൾ, പാൻക്രിയാസിൽ അസുഖം വന്ന് അത് ലീക്ക് ചെയ്തിട്ട് സെക്കൻഡുകൾ മുതൽ ചിലപ്പോൾ ദിവസത്തിനുള്ളിൽ മരിക്കും. മാരകമായിട്ടുള്ള വേദന, ഹാർട്ട് ഫെയിലിയർ. അപ്പൊ അങ്ങനെ പകർച്ചവ്യാധികളല്ലാത്ത ഈ പ്രമേഹ രോഗം, പ്രഷർ, വേറെ ഏതെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആ മരുന്നിനൊക്കെ മദ്യം വേറെ കുഴപ്പത്തിലേക്ക് ചാടിക്കും. ആ മരുന്ന് പ്രവർത്തിക്കാതാവും. വേറെ ഏതെങ്കിലും ലഹരി സാധനങ്ങളൊക്കെ എല്ലാം കൂടി ചേർന്നൊരു അവിയൽ പരുവത്തിലാവും. അപ്പോഴത്തേക്കും അത് ശരിയായ സിസ്റ്റം ആയിരിക്കില്ല, അത് സിസ്റ്റം ഫെയിലിയർ വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് നമ്മളെ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു പരിപാടിയാണത്. അപ്പൊ ഈ രോഗം കണ്ടുപിടിക്കാനുള്ള സാധ്യതകളൊക്കെ നമുക്കുണ്ട്.
അതിന് പ്രത്യേക രോഗലക്ഷണങ്ങളുണ്ട്. വല്ലപ്പോഴും മിക്കപ്പോഴും കൂടെ കുടുകുട ബ്ലാക്ക് ഔട്ടിൽ കൂടി പോവുക, പിന്നെ കീഴ്പ്പെടുത്തുക, അടിപ്പെടുത്തുക, പിന്നെ വിധേയനാകുക, പിന്നെ എന്താ അഡാപ്റ്റേഷൻ ചെയ്യുക. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന് കീഴടങ്ങുക, അഡാപ്റ്റ് ആയി, അതില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ന് തോന്നലുണ്ടാകുക. അങ്ങനെ ഈ തലച്ചോറ് തന്നെ വീണ്ടും കുടിപ്പിക്കുക. അഥവാ അതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ മരണത്തിന്റെ അടുത്ത് എത്തിക്കുക. അത്രയ്ക്കൊരു എന്താണ് നടക്കുന്ന കളികളൊക്കെ. അപ്പൊ തലച്ചോറ് തന്നെയാണ് റീഇൻഫോഴ്സ്മെന്റ് ബലപ്പെടുത്തുന്നത്. ഒരു അത്യാസക്തൻ ഒരു ലെവലില് 6-7 പെഗ് മധ്യത്തിൽ നിൽക്കുകയാണ്, അവൻ കുറച്ച് കഴിഞ്ഞാണല്ലോ തലച്ചോറ് അവനോട് തട്ടിക്കയറും. എന്താണ് നീ കൂടുതൽ കുടിക്കാത്തത്? എനിക്ക് നിലനിൽക്കണം, നീ കൂടുതൽ വേണം. അപ്പൊ അളവ് കൂട്ടേണ്ടി വരും. കൂട്ടിയില്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കും? അവൻ ഭ്രാന്തന്റെ അടുത്തായിരിക്കും. അവന് ഡെലിറിയം വരും, വിഭ്രാന്തി വരും. അവന് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്തിയാണെന്ന് തോന്നും. അവന്റെ ചെവിയിൽ ആരോ കൊല്ലട, ചാകട, മരിക്കട എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ ഇങ്ങനെ പാമ്പ് അല്ലെങ്കിൽ ചെകുത്താനൊക്കെ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും. എന്തൊരു അവസ്ഥയാണ്. ഞാനിത് ഇങ്ങനെ ആൾക്കാരെ ചികിത്സിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയണത്. ഇത് തമാശ പറയുകയൊന്നുമല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ വെള്ളിപറമ്പിൽ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരുത്തനെ ചികിത്സിക്കാൻ അവിടെ കൊണ്ടുവന്ന്. അപ്പൊ 1-ാം നിലയിലെ കെട്ടിടത്തിന്റെ, അപ്പൊ കൂടെ അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് പേടിയായിരുന്നു. കാരണം വെച്ചാൽ ജനൽ തുറന്നിട്ട് അവൻ അതിന്റെ മുകളിൽ കൂടി ചാടിയാലോ താഴേക്ക്. അപ്പൊ അവന് വിഡ്രോവൽ വന്നു, പിന്മാറ്റം വന്നു. ഞാൻ പിറ്റേ ദിവസം തന്നെ ജനലടച്ചിടാൻ പറഞ്ഞു. കാരണം പാവ 75 വയസ്സോ മറ്റുള്ള അമ്മ ആണ് 40 വയസ്സുകാരന്റെ അടുത്ത് നിന്ന് നോക്കുന്നത്, വേറെ ആരും ഇല്ല. അപ്പൊ അമ്മ പറഞ്ഞ് ഇവൻ ഇതിന്റെ മുകളിൽ നിന്ന് ചാടാൻ നോക്കി. അമ്മ സത്യം പറഞ്ഞു. പിന്നെ അവന്റെ കൈയൊക്കെ കെട്ടിയിട്ട് ഞങ്ങള്. അപ്പൊ അവനെ കുറെ ദിവസം അവിടെ ചികിത്സിച്ച്. അപ്പൊ ഈ അടുത്ത ദിവസം ഞാൻ അവനെ കൊണ്ടുവന്ന ആളോട് ചോദിച്ചു. അവൻ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് കിട്ടിയത്. അവൻ വളരെ മിടുക്കനായി. അവനും ഈ പ്രോഗ്രാമിൽ പോകുന്നുണ്ട്. അവന്റെ അടുത്തുള്ള സ്കൂളിൽ അവൻ മീറ്റിങ്ങിൽ പോകുന്നുണ്ട്. ഇപ്പൊ 4 വർഷത്തിലേറെയായി അവൻ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു, ജോലിയൊക്കെ എടുക്കുന്നു, മിടുക്കനായി. വളരെ ലളിതമായ ഒരു ചികിത്സ ചെയ്തത്. പക്ഷെ ചികിത്സ വളരെ ഗംഭീരമായിട്ടുള്ള ചികിത്സ തന്നെ ചെയ്തത്. കാരണം അവന് അവിടെ കിടന്ന സമയത്തൊക്കെ ഞാൻ ചികിത്സിച്ചതിന് ശേഷം ഞാൻ ആൽക്കോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് അവനെ വിടുകയാണ് ചെയ്തത്. അവനിത് സ്വീകരിച്ചില്ലെങ്കിൽ മരിച്ചു പോകുന്ന അവന് മനസ്സിലായിട്ടുണ്ട്, അവന്റെ അമ്മയ്ക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവൻ ജീവിച്ചിരിക്കുന്നു ഇപ്പൊ സുഖമായിട്ട്. അപ്പോ ഇങ്ങനെയുള്ള ഈ രോഗത്തില് ഒരു ചികിത്സ വേണം. ആ ചികിത്സയ്ക്ക് ഇവിടെ നിങ്ങൾ ഇപ്പൊ ഈ പ്രോഗ്രാമിൽ എത്തി നിൽക്കണം. ഈ പ്രോഗ്രാമിൽ എത്തുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാം കൺട്രോളിലേക്ക് നിന്ന് വിട്ടുപോയ ഒരു അവസ്ഥയിലാണ് തുടക്കം. അപ്പൊ നമ്മളവിടെ ആദ്യത്തെ അക്ഷരം പഠിക്കുന്ന പോലെ അവിടെ നിന്ന് തുടങ്ങണം. അപ്പൊ അതിന് ശ്രദ്ധ വേണം. ശ്രദ്ധ വരണമെങ്കിൽ നമ്മൾ ഈ ചികിത്സയ്ക്ക് പറയുന്നത് സംസാര ചികിത്സ എന്നാണ്. ടോക്ക് തെറാപ്പി, അല്ലെങ്കിൽ ഗ്രൂപ്പ് തെറാപ്പി, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് പ്രോഗ്രാം, അല്ലെങ്കിൽ 12 സ്റ്റെപ്പ് പ്രോഗ്രാം. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പേരുകളാണ് ഈ പ്രോഗ്രാമിനുള്ളത്. ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന പേരുകളാണുള്ളത്. അത് എല്ലാ അർത്ഥത്തിലും അത് തന്നെയാണ്. ടോക്ക് തെറാപ്പി, അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു ടോക്കാണ്, ഒരു സംസാര ചികിത്സയാണത്. അതിൽ കൂടി തലച്ചോറ് കുറച്ച് വിവരം ഗ്രഹിക്കാനുള്ള കഴിവ് വേണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തലച്ചോറിനെ എനിക്ക് അതിനെ മരിക്കാൻ വിടാൻ പറ്റൂല. എനിക്ക് തിരിച്ചു വരണം, എനിക്ക് ജീവിക്കണം. എനിക്ക് ഈ ലോകത്തിൽ ഞാൻ സ്നേഹം അറിഞ്ഞിട്ടില്ല. ആ സ്നേഹം എനിക്ക് തിരിച്ചു പിടിക്കണം. എന്താണ് ശരിയായ വികാരങ്ങൾ എന്ന് എനിക്കറിയാൻ പാടില്ല. വികാരത്തിനെ ഫീൽ ചെയ്തിട്ടില്ല. സ്നേഹം എന്താണെന്ന് ഉള്ളിൽ തട്ടി നോക്കിയിട്ടില്ല. വെറും പൊള്ളയായിട്ടുള്ള ബഫൂണിനെ പോലെ കളിച്ച. അപ്പൊ എനിക്ക് ബുദ്ധിയും വിവരമുള്ള ഒരു സാധാരണ മനുഷ്യനെ പോലെ ആകണം. എൻ്റെ ജോലിയൊക്കെ ഭംഗിയായിട്ട് ചെയ്യണം. എൻ്റെ കൂടെ ജീവിക്കുന്നവരോടുള്ള ഉത്തരവാദിത്വം ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മുറുക്കി പിടിച്ചാൽ വളരെ പുഷ്പം പോലെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അതിന് ഞാൻ പറഞ്ഞില്ലേ, ഇതിലേക്ക് കേൾക്കണമെങ്കിൽ തന്നെ, ശ്രദ്ധിക്കണമെങ്കിൽ തന്നെ മദ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല.
അങ്ങനെ ഒരു 90 ദിവസമെങ്കിലും മദ്യത്തിൽ നിന്ന് ഇപ്പൊ ഒരു ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കുക ആദ്യം. പിന്നെ ഒരു ദിവസം ആക്കുക, പിന്നെ 30 ദിവസം ആക്കുക, അങ്ങനെ 90 ദിവസം പിടിച്ചു നിൽക്കുക. അങ്ങനെ രക്ഷപ്പെട്ടവരാണ് ഈ പ്രോഗ്രാമിൽ വന്ന് സംസാരിക്കുന്നവരൊക്കെ. പെട്ടെന്ന് പുണ്യവാളന്മാരായവരൊന്നുമല്ല. അവര് അതികഠിനമായിട്ട് ശ്രമിച്ച് അവര് സെക്കൻഡുകള്, മണിക്കൂറുകള്, ദിവസങ്ങള്, അങ്ങനെ കണക്കിൽ അവര് അതിൽ നിന്ന് സഹനം കൊണ്ട്, അതിസഹനം കൊണ്ട് അവര് പിടിച്ചു നിൽക്കാൻ പറ്റാ അവസ്ഥയിൽ നിന്നാണ് അവർ രക്ഷപ്പെട്ടത്. അവര് പക്ഷെ അവരുടെ ഡോക്ടർ, അവരുടെ കൗൺസിലർ, അവരുടെ സ്വന്തക്കാരൊക്കെ പറയുന്ന അവര് കുറച്ചു നാളത്തേക്കെങ്കിലും അനുസരിച്ചവര്. അതിന്റെ ബലത്തിലാണ് അവരങ്ങനെ സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവര് രക്ഷപ്പെട്ടത്. അപ്പൊ ഒരു 90 മീറ്റിങ്ങുകള് അതില് രക്ഷപ്പെട്ട് കഴിഞ്ഞാല് തലച്ചോറ് ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. അത് ബുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങും. അത് സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കും. അതിനെ പറ്റിയ കുറെ തത്വങ്ങൾ അടങ്ങുന്ന 12 പടികള്, 12 പാരമ്പര്യങ്ങള്, ഇതിനെപ്പറ്റിയുള്ളൊരു മുഖവുര, ഒരു പ്രാർത്ഥന, അതിനൊക്കെ ഗൗരവമുണ്ട്. ചില ആൾക്കാരെന്തോ സിനിമാ നോട്ടീസ് വായിക്കുന്ന പോലെയൊക്കെ തുടക്കത്തിൽ വന്ന് വായിക്കും. പക്ഷെ അതല്ല, അത് ജീവിതം എഴുതി വെച്ചേക്കുന്ന സംഗതികളാണത്. ഇതിന്റെ സ്ഥാപകന്മാർ ആൾക്കാരെ കണ്ണുനീരിൽ ചാലിച്ച് എഴുതിയ സംഗതികളാണ് ഇതൊക്കെ. അവര് ആ ജീവിതം, അവര് ജീവിച്ച ജീവിതം ഭയങ്കര ജീവിതമായിരുന്നു. അക്ഷരം പ്രതി അനുസരിച്ച് അവർ ജീവിച്ച ഇതിൽ പറഞ്ഞ കാര്യങ്ങള്. ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ ബോബ് ഏറ്റവും മഹാനായ ഒരു സർജനായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ വിവരങ്ങളൊക്കെ ഒരു പ്രീസ്റ്റ് ആണ് എഴുതിയതിലത്തെ 6 പടികൾ എഴുതിയേക്കണേ. ഡോക്ടർ ഷൂമാർക്കർ എന്ന് പറഞ്ഞ പ്രീസ്റ്റാണ് എഴുതിയേക്കണേ. അപ്പൊ അദ്ദേഹം എഴുതിയതിൽ ഒന്നാമത്തെ പടി, ഒരു രോഗിയെ കൊണ്ട് ചൊല്ലിപ്പിച്ച് മുട്ടുകുത്തിയിരുന്ന് അത് പ്രാർത്ഥിച്ച് പഠിപ്പിച്ച് അവിടുന്ന് ഇറക്കി അങ്ങനെ അദ്ദേഹം ചികിത്സിച്ചു. അദ്ദേഹം ഒരു ഡോക്ടർ, സർജനായിരുന്നു. അദ്ദേഹം ഈ രോഗം അനുഭവിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇപ്പോഴും അതേ രീതിയിൽ പിന്തുടർന്ന് ആ 1-ാം പടി, മദ്യത്തിന് മുന്നിൽ അല്ലെങ്കിൽ മറ്റു ലഹരിക്ക് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ, എൻ്റെ ജീവിതം കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റാതായി, ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് ഉറച്ച് പറഞ്ഞ ആൾക്കാര്, അവരൊക്കെ രക്ഷപ്പെട്ടു. അത് സിനിമാ നോട്ടീസ് വായിക്കുന്ന പോലെയല്ല, അവർ ഗൗരവമായിട്ടുള്ള ഇത് ജീവനാണ്, ഇത് ജീവിതമാണെന്ന് മനസ്സിലാക്കിയവര് അത് പിന്തുടർന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു. അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റി. അവരുടെ സ്വന്തക്കാരൊക്കെ അവരുടെ കൂടെ ഉണ്ടായി. അവരുടെ തിരിച്ചുവരവിൽ ഒത്തിരി പേര് സന്തോഷിച്ചു. ഇതാണ് ഈ പരിപാടി, ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. പക്ഷെ ഞാൻ പറയുന്ന ആധുനിക ശാസ്ത്രത്തിന്റെ സഹായം നമ്മൾ ഈ ചികിത്സയ്ക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ കാരണം വെച്ചാല് മദ്യം ഉപയോഗിച്ച് കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഇയാൾക്ക് യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടാവും. യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മദ്യപാനം ഒരു മാനസിക രോഗത്തിന്റെ ഉള്ളിലാണ്, ഒരു പെരുമാറ്റ രോഗത്തിന്റെ ഉള്ളിലാണെന്ന്. അപ്പൊ അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് ആ പെരുമാറ്റവും ആ മാനസികം കുറച്ചെങ്കിലും അയവ് വരുന്നത്. അപ്പോ അതിന്റെ ഈ യൂസ് ഡിസോർഡറിൽ അയാൾക്ക് കുടുംബത്തെ കൊണ്ടു നടക്കാനോ ജോലി ചെയ്യാനോ ഉത്തരവാദിത്തങ്ങൾ നടത്താനോ നിത്യജീവിതത്തില് എങ്ങനെയാണ് ജീവിക്കണമെന്നോ ഒരു ഐഡിയ അയാളുടെ തലയിൽ ഓടൂല. അതും കഴിഞ്ഞ് പിന്നെ ആ തലച്ചോറ് കേട് വന്ന് അതിന്റെ ഇലക്ട്രിക്കൽ കണക്ഷനൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അയാൾക്ക് മാനസിക രോഗം വരും. അതൊരു 1/2 ഡസൻ മാനസിക രോഗം വരും, സീരിയസ് ആയിട്ടുള്ളത്. അതില് ഉത്കണ്ഠ ഉണ്ടാകാം, വിഷാദ രോഗം, മരിക്കണം തോന്നാം, അല്ലെങ്കിൽ കൂടെയുള്ളവരെ കൊല്ലണം തോന്നാം, അല്ലെങ്കിൽ പിന്മാറ്റ ലക്ഷണത്തിന്റെ ഉള്ളിൽ വരുന്ന ഭ്രാന്തുണ്ടാകാം, അല്ലെങ്കിൽ വൈറ്റമിൻസ് കുറഞ്ഞു പോയി തലച്ചോറിലുണ്ടാകുന്ന ഭ്രാന്തുണ്ടാകാം. ഇങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നാണ് അയാൾ രക്ഷപ്പെടുന്നത്. അത് നിസ്സാര സംഗതിയല്ല. അതുപോലെ ശരീരത്തിന് വരുന്ന, അവയവങ്ങൾക്ക് വരുന്ന ഒരു 200ഓളം രോഗങ്ങളുണ്ട്, എല്ലാം കൂടി കൂട്ടിവെച്ചാൽ. അതിനേക്കാളേറെ
അയാൾ ഒരു മനുഷ്യൻ എന്നുള്ളത് അയാൾക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അത് അയാൾക്ക് സാധ്യമാവും. അങ്ങനെ ഉള്ളൊരു ഒരു പ്രോഗ്രാമാണിത്. പക്ഷെ ഈ പ്രോഗ്രാം തന്നെ വർക്കൗട്ട് ആവണമെങ്കിൽ നേരത്തെ തന്നെ ഇതിലെത്തണം, നേരത്തെ ചികിത്സ തുടങ്ങണം, നേരത്തെ പ്രോഗ്രാം നടപ്പിലാക്കണം. അതിനൊക്കെ മറ്റുള്ളവരുടെ സഹായം വേണം. അയാളുടെ കൗൺസിലേഴ്സിന്റെ, ഇതിനോട് അനുഭവമുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ, നല്ല സ്നേഹിതരുടെ, അല്ലെങ്കിൽ എയെ കുറിച്ചൊരു വിവരം തരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു സഹായം വേണം. അതിൽ കൂടെ അയാൾക്ക് രക്ഷപ്പെടാം, ജീവിക്കാം. ഞാൻ കണ്ട പല ആൾക്കാരും ഒരു 10-50 വയസ്സിനുള്ളിൽ മരിച്ചുപോയി. ഒരു കാരണമില്ലാതെ വെറുതെ മരിച്ചു. കഴിവുണ്ടായിരുന്നു, പക്ഷെ അവയവങ്ങളുടെ നാശം കൊണ്ട്, ഭ്രാന്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, സ്വീകാര്യതയില്ലാതെ ഒറ്റപ്പെട്ട് സൂയിസൈഡ് ഡെത്ത്, ഹോമിസൈഡ് ചെയ്ത് പാകത്തായി കിടക്കുന്നവർ, ക്യാൻസർ വന്ന് മരിച്ചു ധാരാളം ആൾക്കാർ, ആക്സിഡന്റിൽ ഇഞ്ചുറി പറ്റി അവനവനും മറ്റുള്ളവർക്കും കുഴപ്പം പറ്റി. അപ്പോൾ മദ്യാസക്ത രോഗം വാസ്തവത്തിൽ അതൊരൊറ്റ രോഗമല്ല, അനേകം. ഈ നമ്മള് ഉത്സവത്തിന് പലതരം പടക്കങ്ങൾ അതിൻ്റെ ഇടയിൽ കെട്ടിവെച്ച് കതിന പൊട്ടിച്ച് മറ്റ് കൂട്ടവെടി ഉണ്ടാക്കുന്ന പരിപാടികളുണ്ടല്ലോ, അതുപോലത്തെ പരിപാടിയാണ്. ഒരു രോഗം മറ്റൊരു രോഗമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കൂടി ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് വരുന്ന ഒരവസ്ഥ. പക്ഷെ ഇത് ഉള്ളിലേക്ക് പല ആളുകൾക്കും കയറില്ലാത്തതിന്റെ കാരണം എന്നറിയോ? അവര് ഒരൊറ്റ കാര്യത്തെ പറ്റി ചിന്തിക്കുന്നുള്ളു. ഇപ്പോഴും കുടിച്ചോണ്ടിരിക്കുന്നവന്റെ മുഖത്ത് സന്തോഷമുണ്ട്, അവൻ ഭയങ്കര ബ്ലാ ബ്ലാ എന്നുള്ള വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട്, ആവർത്തന സ്വഭാവമുള്ള കുറച്ചേ വർത്താനം പറയും, ഗംഭീരമായിട്ടുള്ള എന്താ തള്ളുകളൊക്കെ ഉണ്ട്. അവന്റെ ഈഗോ ഉണ്ട്, അവൻ വലിയ സംഭവമാണെന്ന് തോന്നുന്നു. പുറമെ നല്ല വേഷങ്ങളൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് ധരിക്കുന്നുണ്ട്. അതൊക്കെ വിചാരിക്കും അവനാണ് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ജീവിക്കാന്നൊക്കെ തോന്നും. അതാണ് എന്റെ വശീകരണ ശക്തി. ഒരു വശീകരണവും ഇല്ല. അവൻ ശരിക്കും ഒരു ഭ്രാന്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത് ശരിക്കും. കാരണം ഓർഡർ ടു ഓർഡർ, ക്രമത്തിൽ നിന്ന് ക്രമം ഇല്ലാതായ അറിയാലോ, അതാണ്. അപ്പൊ ഇതൊരു ഭീകരമായിട്ടുള്ള രോഗമാണ്. ആ ഒരു അറിവ്, ജ്ഞാനം അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, ആ രക്ഷപ്പെടലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ നമ്മൾ പ്രോഗ്രാമിലുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് പല ആൾക്കാരുടെയും ജീവിക്കാൻ കൊതിച്ച പല ആൾക്കാരുടെയും നേരത്തെയുള്ള മരണം. അത് വളരെയധികം ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ അസംഷൻ ആശുപത്രിയിൽ ചികിത്സിച്ച ഒരു ചെറുപ്പക്കാരൻ, 34 വയസ്സുള്ള, അവന് ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ച് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത്, പക്ഷെ അവിടുത്തെ ആ ഹോട്ടലുകളില് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു വെച്ച മദ്യം, അത് കാണുമ്പോഴോ അതിന്റെ അടുത്ത് ചെല്ലുമ്പോഴോ അതൊക്കെ അവന് അത് ഒരു വലിയ രോഗത്തിലേക്ക് കൊണ്ടുപോയി. അവസാനം അവന് ഡിപ്രഷൻ വന്ന് പല പ്രാവശ്യം ആശുപത്രി ഒരു 3 മാസത്തോളം അവിടെ കിടന്ന് ചികിത്സയൊക്കെ ചെയ്തതാണെങ്കിലും 2 ചെറിയ മക്കളുണ്ടായിട്ടും നല്ല സ്നേഹമുള്ളൊരു ഭാര്യ ഉണ്ടായിട്ടും അവൻ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി, അവൻ മരിച്ചു. അപ്പോ ഒത്തിരി ആൾക്കാർ അങ്ങനെ ഞാൻ ഓർത്തു. അപ്പോ ഇപ്പോ പല ആൾക്കാരും മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഒക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഭാര്യമാരൊക്കെ വന്ന് പറയുന്നത്, അവന് എന്ത് മെഡിക്കൽ അവന് ഇപ്പൊ ജോലി ചെയ്യുന്നത് ഔഷധങ്ങളുടെ കാര്യത്തിലാണ് ഇടപെട്ടേക്കണത്. ഈ ഔഷധങ്ങൾ എന്ന് പറഞ്ഞ സാധനം തലച്ചോറിനെയും ശരീരത്തെയും ബാധിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നു. അവന്റെ ഭാര്യ നല്ല സപ്പോർട്ടാണ്, ഒരു ചെറിയ കുട്ടിയുണ്ട്. അവനിതൊന്നും അറിയാൻ പാടില്ല, ഏതോ ഒരു ലോകത്താണ് അവൻ. അപ്പൊ അവൻ മാനസിക രോഗം ഉണ്ടായിരുന്നു, അതിന് മരുന്ന് ഞാൻ കൊടുത്തിരുന്നു, വിട്ടു നിൽക്കാനുള്ള മരുന്നുകൾ കൊടുത്തിരുന്നു. അതൊക്കെ കുറച്ചു കാലം കഴിച്ചപ്പോഴത്തേക്കും നല്ല വ്യത്യാസം ഉണ്ടെന്ന് ഭാര്യ തന്നെ പറഞ്ഞു. പക്ഷെ പിന്നെ അവൻ്റെ
അവന്റെ കൂട്ടുകാരെ കണ്ടപ്പോഴത്തേക്ക് അവൻ പെട്ടെന്ന് കയറ് പൊട്ടിച്ചു. അവൻ റിലാപ്സായി, പല പ്രാവശ്യം റിലാപ്സായി. അപ്പൊ ഞാൻ പറയുന്നത് ഇത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള, നമുക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അതിപ്പോ ഈ നിസ്സാരമായിട്ടുള്ള സംഗതിയിലെ കൂടി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോ എല്ലാവർക്കും വളരെ മേന്മയുള്ള ഒരു തിരിച്ചറിവും ഒരു ജീവിതം തിരിച്ചു കിട്ടലും അത് നടപ്പിലാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഡോക്ടർക്ക് ചോദിക്കാനുള്ള സമയമാണ്. ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാം. ഈ മദ്യപാനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ആർക്കും ചോദിക്കാം, എന്ത് ചോദിക്കാം, ഏതൊരു സംശയം ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയമാണോ? വെറുതെ സംശയം ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഹലോ സാറേ, കേൾക്കാവോ? ഹലോ, കേൾക്കാം. സമയം പറഞ്ഞോളൂ. ഡോക്ടർ നമസ്കാരം. ഒരു അമിത മധ്യസ്ഥനാണ്. ദേവർപുയ കൂട്ടായ്മയിൽ സഞ്ചരിക്കുന്ന ഇന്നലെ സംബന്ധിച്ചിട്ടില്ല. എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ള, ഞാനിപ്പം മദ്യത്തിൽ നിന്ന് മാറിക്കാനുള്ള ഒരു 145 ദിവസം ഏകദേശം അത്രയൊക്കെ ആയിട്ടുണ്ട്. എത്ര ദിവസം? സോറി 136 ദിവസം. 136 പിന്നെ ഞാൻ ഒരു സിഗരറ്റ് വലിക്കുമായിരുന്നു. സിഗരറ്റ് വലി ഞാൻ മെയ് 4-ാം തീയതി തൊട്ട് സിഗരറ്റ് വലിക്കുന്നില്ല. പക്ഷേ ഇലക്ട്രിക് വേപ്പ് യൂസ് ചെയ്യുന്നത് യുകെയിലാണ്. അപ്പൊ എനിക്ക് ഡോക്ടറെ ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഇവിടുത്തെ അടുത്തുള്ളൊരു ഞങ്ങളുടെ ഇവിടുത്തെ GP-യിൽ പോയി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് അപ്പൊ ഡോക്ടറെ കാണാനായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടറോടും കൂടി ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കിപ്പോ ഈയിടയ്ക്കായിട്ട് ഈ എന്താ വിഷാദമാണ് എന്താന്ന് എനിക്ക് അറിയത്തില്ല. വല്ലാതെ എനിക്ക് ഉറക്കം വളരെ ദൈർഘ്യം കുറവാണ് വരുന്നത്. പിന്നെ ഭയങ്കര വിഷമാണ്. എപ്പോഴും ഭയങ്കര എന്തെന്നറിയാത്തൊരു ദുഃഖമാണ്. ഒന്നിലും ശ്രദ്ധ ഇപ്പൊ ജോലിയിലാണെങ്കിലും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റന്റാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരിപ്പോ എന്തെങ്കിലും പറയുന്നതൊക്കെ എനിക്ക്, ഞാൻ എന്നിട്ട് കൈവെള്ളയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് പാഡിലോ ഒക്കെ എഴുതിക്കൊണ്ട് പോയിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെയാണ്. എന്തെന്നറിയത്തില്ല, വല്ലാത്ത ഇപ്പൊ ഡോക്ടറോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു പേടിയാണ്. പ്രത്യേകിച്ച് പേടിക്കാനായിട്ടൊന്നും ഇല്ല കാര്യം. കാരണം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഒരുപാടുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വല്ലാണ്ട് ഇതില്ല. പക്ഷെ ഉള്ളിൽ എപ്പോഴും ഒരു പേടി, പാനിക് അറ്റാക്സ് പോലെ വരുന്നുണ്ടോ, എനിക്ക് ഇടയ്ക്ക് തലകറക്കം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ മധുരം ഒരുപാട് ഉപയോഗിക്കാറുണ്ട് ഡോക്ടറെ. ഞാനിപ്പോ മധുരം അത് കാരണം ഞാൻ അധികം കഴിക്കാറില്ല. ഞാൻ ബോഡി വെയിറ്റ് ഒക്കെ. ഓവർ വെയിറ്റ് ഉണ്ടോ? ഇല്ല. ഞാൻ ഇതുപോലെ ഡോക്ടറോട് ഇതുപോലെ സംസാരിച്ചപ്പോൾ ഡോക്ടറോട് ഓവർ വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഓവർ വെയിറ്റ് ഇല്ല. എനിക്ക് 168 സെന്റിമീറ്റർ ആണ് പൊക്കം. എന്റെ വെയിറ്റ് 68 കിലോയിൽ താഴെ ഉള്ളൂ. എനിക്ക് വയറ് കുറച്ചുണ്ട്. വയറ് കുറയാനുള്ള വയറുണ്ട്. പക്ഷെ വയറ് കുറയാനുള്ള എക്സസൈസുകൾ ഞാനിപ്പോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ അതുകൊണ്ട് ഞാനിപ്പോ റെഗുലറായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാൻ യുകെയിലാണ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നത്. ഹെൽത്തിലാണോ? ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്. ശരി. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണല്ലോ. അപ്പൊ നമുക്ക് വിഷാദ രോഗമാണെങ്കിൽ നമുക്കൊന്നിനും താല്പര്യം ഉണ്ടാകില്ല. ജോലി ചെയ്യാനോ ഈവൻ ഒരു പത്രം വായിക്കാനോ TV കാണാനോ അങ്ങനെ ഒന്നിനും ഒരു താല്പര്യം ഇല്ലായ്മ, അല്ലെങ്കിൽ ആരുമായിട്ടും അധികം സംസാരിക്കാനോ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ വിഷാദ രോഗമൊക്കെ സംശയിക്കുന്നത്. അപ്പൊ വിഷാദ രോഗത്തിന് ഇപ്പൊ നല്ല മരുന്നുകളൊക്കെ ഉണ്ട്, അത് കഴിക്കുക. അതുകൂടാതെ തന്നെ നല്ല ഭക്ഷണം, അതുപോലെ ഉറക്കം, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഈ മദ്യപാന രോഗത്തിന്റെ തുടർ ചികിത്സയില് ഭക്ഷണം, വളരെ പോഷകാംശങ്ങളുള്ള നല്ല ഭക്ഷണം, അതില്ലെങ്കിൽ സപ്ലിമെന്റ് വേണ്ടി വരും. പിന്നെ ചിട്ടയായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉറക്കം, ഒരു 6-7 മണിക്കൂർ നമ്മൾ സ്ലീപ്പ്. ആ സ്ലീപ്പ് തലച്ചോറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അത് നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ മാറിക്കിട്ടാനും ഒക്കെ വളരെ ഉപകാരമുണ്ടത്. അതുപോലെ തന്നെ ഈ നമ്മൾ പ്രോഗ്രാം ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഒക്കെ ഇടയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ നല്ല, കുറെ ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കമൊക്കെ നല്ലതാണ്. അത് ഒരു ശക്തി തരും നമുക്ക്. ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ചില ആൾക്ക് ആങ്സൈറ്റി ഉള്ളവർക്ക് ഈ ഇടപെടലിൽ കൂടിയാണ് അതൊക്കെ മാറിക്കിട്ടുള്ളൂ. അത് ചെയ്യാം. അല്ലെങ്കിൽ വിഷാദരോഗം ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ കൗൺസിലറോ ഡോക്ടറോ അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ കുറച്ചു കാലം തുടർച്ചയായിട്ട് ചെയ്യണം. ചില ആൾക്ക് ബൈപ്പോളാർ ഡിസീസ് വരാറുണ്ട്. അത് ചില കുറെ നാളത്തേക്ക് ഭയങ്കര അത്യുത്സാഹവും സ്പീഡൊക്കെ കൂടുതലായിരിക്കും. പൈസ ഒക്കെ കണ്ടമാനം ചെലവഴിക്കാൻ തോന്നും. അത് കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് ഈ പറഞ്ഞ പുറകോട്ട് പോയി ഒന്നിലും താല്പര്യമില്ലാത്ത ഡിപ്രഷൻ വരും. ഇങ്ങനെ മാറി മാറി വരാം. അപ്പൊ അത് ഏതാന്ന് ഒരു കൗൺസിലറോ ഡോക്ടറൊക്കെ തീരുമാനിക്കും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു ഉപദേശം തേടുക. ഡോക്ടറുടെ ഹെൽത്ത് സർവീസിലാണല്ലോ നിങ്ങൾ. അപ്പൊ അവിടെ ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ട് അത് വേണ്ടതൊക്കെ ചെയ്യിക്കാം. പിന്നെ ഈ വേറൊരു സംഗതി, ഇപ്പം ഈ റിലാപ്സ് ആവുന്ന പേടിയുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡൈസൾഫ്രാം എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ ചില ആളുകൾക്ക് ആവശ്യമുണ്ടാവും, കുറച്ചാൾ അങ്ങനെ തടഞ്ഞു നിർത്താൻ. അങ്ങനെയുള്ള മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്പ് അവിടെ നിന്ന് കിട്ടും. ഹെൽപ്പ് കിട്ടും. പിന്നെ ജോലിയിൽ കുറച്ച് കൂടുതൽ താല്പര്യം കാണിക്കുക. ജോലി ഇതെന്താ വെച്ചാൽ ഈ നമ്മള് ഒരു കാര്യത്തിൽ പരാജയപ്പെടുമ്പോൾ മറ്റു കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അതിൽ എഫിഷ്യൻസി കഴിവുണ്ടാക്കിയെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ആത്മവിശ്വാസം കൂടും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യും. നിങ്ങളുടെ ഇപ്പോൾ ആരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത് അവരുടെയൊക്കെ നല്ലൊരു സപ്പോർട്ടും അവര് നിങ്ങളെ പറ്റി നല്ല അഭിപ്രായമൊക്കെ പറയും. നിങ്ങളുടെ എഫിഷ്യൻസി കൂടി എന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, സ്വയം മതിപ്പ് കൂടി എന്നർത്ഥം. അപ്പൊ അങ്ങനെ അത് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട്, റിലേഷൻഷിപ്പൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. ഇതൊക്കെയാണ് അതിന്റെ മരുന്ന്. ഏറ്റവും ലളിതമായ മരുന്ന് ഇതൊക്കെയാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഞാനിപ്പോ ഇവിടുത്തെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും എന്തെങ്കിലും ഇപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ ഇപ്പൊ കുറെ ബൈപ്പോളർ ടെസ്റ്റ് ബൈപ്പോളർ ഉണ്ടെങ്കിൽ ബൈപ്പോളറിന്റെ മരുന്ന് കഴിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്ന കാര്യം സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ചിലപ്പോൾ അതാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. നമ്മൾ അതിനെപ്പറ്റി ശരിയാവുന്ന ഒരു എക്സ്പെർട്ടിന്റെ അടുത്ത്, ഒരു ഡോക്ടറുടെ അടുത്ത് തന്നെ, ഒരു സൈക്കാട്രിസ്റ്റ്, ഒരു കൗൺസിലർ, അവര് രണ്ടുപേർ അടുത്ത് പോയിട്ട് തീരുമാനിക്കുക മരുന്ന് കഴിക്കേണ്ടത്. അത് എത്ര നാൾ കഴിക്കണം എന്നെല്ലാം ഡോക്ടറോട് ചോദിക്കണം. ഓക്കെ 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 ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു ഡോക്ടർ. ഒരുപാട് നന്ദി. താങ്ക് യു ശ്യാം, താങ്ക് യു. അടുത്ത ആൾക്ക് മുമ്പോട്ട് വന്ന് ചോദിക്കാവേ. ഡോക്ടറോട് സംശയങ്ങളോ ചോദിക്കാനുള്ളവർക്ക് മുമ്പോട്ട് വരാം. രാജേട്ടൻ, ഞാനൊരു കാര്യം ചോദിക്കാം. പ്രിയമുള്ള അഭ്യാസത്തിലാണ് ദൈവകൃപയാലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന അത്ഭുതകരമായ കൂട്ടായ്മയോട് ചേർന്ന് സഞ്ചരിക്കുന്നുണ്ട്. മദ്യവെച്ചിട്ടില്ല. പേര് രഞ്ജു, കോട്ടയം. എല്ലാവർക്കും ഒരു ഹായ്. ഹായ് ഡോക്ടർ. സന്തോഷം. മദ്യവെച്ചില്ല, മദ്യവെക്കാതിരിക്കുന്നു, കൂട്ടായ്മയുടെ കൂടെ നടക്കുന്നു, പോകുന്നത് കൊണ്ട് ഇന്ന് ബോധത്തോടെ നിൽക്കുന്നു. സാർ, എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഇന്നത്തെ ലഹരി വിരുദ്ധമായിട്ട് ബന്ധപ്പെട്ട് എന്റെ അനിയന്മാരുടെ കൂടെ ഒരു IMAയുടെ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. അപ്പം കാർഡിയോളജി ഡോക്ടറാണ്, ഒരാള് പൾമനോളജിയുടെയാണ്. അപ്പം ഇവരുടെ ഇതിന് പോയപ്പോ ഈ ലഹരി വിരുദ്ധ ഇതിനെ കുറിച്ചായിരുന്നു പറഞ്ഞ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനകത്ത് വന്ന് മെയിൻ ആയിട്ടുള്ള ഒരു രാജേഷ് എന്നൊക്കെ പറഞ്ഞ ഒരു ഡോക്ടർ, ഭയങ്കര ഫേമസ് ആയിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ അവര് മിക്കവരും പറഞ്ഞത് ആൽക്കഹോളിസത്തെക്കാളിലും ഏറ്റവും കൂടുതലായിട്ട് മറ്റ് സിന്തറ്റിക് ലഹരി, അതുപോലെ തന്നെ
സിഗരറ്റിനെ കുറിച്ചുള്ള ഒരു ഇതായിരുന്നു. സിഗരറ്റ് വലിച്ച് പുള്ളി പറയുന്നത് ഐ ഹേറ്റ് സിഗരറ്റ് പീപ്പിൾ എന്നുള്ള രീതി വരെ ഉറച്ചു പറഞ്ഞു. അത്രയ്ക്ക് വല്ലപ്പോഴും മദ്യപിച്ചാലും കുഴപ്പമില്ല, സിഗരറ്റ് വലിക്കുന്നവരെ അത്ര ഇതിലാണ് ആ ഡോക്ടർ ഭയങ്കര നിശ്ചിതമായിട്ട് അവർക്കുണ്ടാകാൻ പോകുന്ന രോഗങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇവർക്ക് ഇപ്പൊ ഉണ്ടായി. അല്ല, ഇതിപ്പോ ഡോക്ടർ അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാല് ഇപ്പോ ഇതിപ്പോ ഏത് അഡിക്ഷൻ ആണെങ്കിലും ആ അഡിക്ഷനിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള പ്രസക്തി ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മദ്യം കഴിക്കുക എന്നൊരു ഡോക്ടർക്ക് ഉപദേശിക്കുന്നത് ശരിയല്ല. കാരണം വെച്ചാൽ എന്താണെന്നറിയോ, ചില ആൾക്കാർ ഇത്ര യൂണിറ്റ് മദ്യം കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അതും വളരെ അപകടമാണ്. മദ്യത്തെക്കുറിച്ചും ഈ അഡിക്ഷനെ കുറിച്ചും ഒക്കെ പഠിച്ച ഒരു ഡോക്ടർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പറയാം, ഒരാൾ മദ്യത്തിലേക്ക് പോകുന്ന ഒന്ന് പ്രൈമറി ആൽക്കഹോളിസം എന്ന് പറയും. പ്രൈമറി ആൽക്കഹോളിസം എന്ന് പറഞ്ഞാൽ മദ്യം ഈ സോഷ്യൽ ഡ്രിങ്കേഴ്സ് ഉപയോഗിക്കുന്ന പോലെ കുറച്ച് മദ്യം കഴിച്ചാൽ, അല്ല ഇത്ര യൂണിറ്റ് മദ്യം കഴിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന് വിചാരിച്ച് മദ്യം കഴിക്കുന്ന ഒരാൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ആ കാര്യം അറിയാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ പറയും. ഒന്ന്, അത് ജനിതകമാണത്, ജനറ്റിക്. അത് ഒരു തർക്കവും ഇല്ല. ജനറ്റിക് ആയിട്ട് 50% ഈ ജനറ്റിക് ആണ് ഒരാൾ മദ്യത്തിലേക്കോ മറ്റു ലഹരിയിലേക്കോ അഡിക്ഷനിലേക്ക് പോകുന്നത്. പക്ഷെ അയാള് ഈ ലഹരി സാധനം ഉപയോഗിച്ചാൽ മാത്രമേ ആ ജനിതകം പ്രവർത്തിക്കുകയുള്ളൂ. ഉപയോഗിച്ചില്ലെങ്കിൽ അത് ജനിതകം പ്രവർത്തിക്കില്ല. അപ്പൊ ഈ ജനിതകം നമ്മൾ ചുറ്റുപാടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഈ ഇന്ററാക്ഷൻ ആണ് തലച്ചോറിൽ പ്രവർത്തിക്കുന്നത്. അതിൽ കൂടിയാണ് അത് മുന്നോട്ട് പോകുന്നതും ഏത് ഡയറക്ഷനിൽ അത് പോകും, അയാളെ അഡിക്റ്റ് ആക്കുവോ അയാൾ കുഴപ്പത്തിലേക്ക് പോവുമോ എന്ന് തീരുമാനിക്കുന്നത് ഒന്നതാണ്, ഈ ജനറ്റിക് ആയിട്ടുള്ള ഇടപെടൽ. രണ്ട്, അയാൾക്ക് എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇപ്പോൾ അമിതമായിട്ട് ഉത്കണ്ഠ ഒരാളാണ്, അല്ലെങ്കിൽ ഈ ജോലി സംബന്ധമായിട്ട് സ്ട്രെസ് ഉള്ള ഒരാളാണ്, ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്, എങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അയാള് മദ്യം കണ്ടമാനം അയാളെ വശീകരിക്കും. അയാൾക്ക് റീഇൻഫോഴ്സ്മെന്റ്, ബലപ്പെടുത്തലുണ്ടാവും. അയാൾ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ബലപ്പെടുത്തലുണ്ടാവും. എപ്പോഴെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോഴൊക്കെ അത് കൂട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതാണ് സെക്കൻഡറി ആൽക്കഹോളിസം എന്ന് പറയാം. അപ്പൊ അവിടെ ഈ വേറൊരു കാരണം അയാളെ മദ്യത്തിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തേത് പ്രൈമറി, മദ്യപാനം തന്നെ മുമ്പോട്ട് പോവുക, അത് ജനിതകം അയാളുടെ ഉറങ്ങിക്കിടന്ന അയാളുടെ പാരമ്പര്യത്തിലൂടെ അത് പുറത്തു വരിക. രണ്ടാമത്തെ അയാളുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അതുമായിട്ട് ഇന്റർഫിയർ ചെയ്ത് മദ്യം ഈ രോഗം കൂടുതലാക്കുക, അയാൾ വേറെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകും. വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് അളവ് കൂട്ടി വരും. അത് ഡോക്ടർ ജെലിനിക്കിന്റെ ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും മിക്കപ്പോഴും കൂടെ അളവ് കൂട്ടി മുൻഗണന കൊടുത്ത് ഇങ്ങനെയൊക്കെ അളവ് കുടിച്ച് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ മെന്റൽ ഡിസോർഡർ ആയിട്ട് മാറും. അപ്പോൾ ആ പറഞ്ഞത് ശരിയല്ല. പിന്നെ നിക്കോട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോട്ടിൻ സെസേഷൻ, ഈ പുകയില നിർത്തുന്നത്, നിക്കോട്ടിൻ സെസേഷൻ, അതിന്റെ ഒരു ഗുണം ഭയങ്കര ഗുണമാണ്. കാരണം എന്താ വെച്ചാല് ഈ നിക്കോട്ടിൻ 4 ഇരട്ടി വേഗത്തിൽ ഹൃദ്രോഗം ഉണ്ടാക്കും. ഈ ഹൃദ്രോഗം ഒന്നും പെട്ടെന്ന് അറിയില്ല, കണ്ടുപിടിക്കില്ല. അത് പെട്ടെന്നായിരിക്കും. കാരണം ഈ രക്തക്കുഴലിന്റെ ഉള്ളിലുള്ള ഭിത്തിയെ നശിപ്പിച്ച് അവിടെ ഇളകിപ്പോവും. അപ്പൊ അതിന്റെ ഉള്ളിൽ രക്തം കട്ടി പിടിച്ച് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കുന്നുണ്ട് ഈ ടൊബാക്കോ ഉപയോഗിച്ചിട്ട് നിക്കോട്ടിന്റെ ആക്ഷൻ കൊണ്ട്. അതുകൂടാതെ നിക്കോട്ടിൻ ഡിപ്പെൻഡൻസ് വന്നു കഴിഞ്ഞാൽ ഇയാളിങ്ങനെ വിറയലുണ്ടാവും. പിന്നെ അത് കൂടാതെ തന്നെ ഈ നിക്കോട്ടിൻ ആണ് ക്യാൻസർ. നിക്കോട്ടിനും മദ്യവും കൂടി ചേർന്നാൽ ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ, കഴുത്ത്, തല, നെഞ്ച്, ഈ ഭാഗത്തുള്ള ക്യാൻസറിന്റെ ഒരു 75% കാരണം ഈ നിക്കോട്ടിനും മദ്യവും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ COPD, ശ്വാസതടസ്സ രോഗം, 20 വർഷം തുടർച്ചയായിട്ട് പുകവലിച്ച ആളുടെ ശ്വാസക്കോളിന്റെ ഉൾഭിത്തി ചുരുങ്ങി അയാൾക്ക് ശ്വാസതടസ്സം, ഓക്സിജൻ
കുറഞ്ഞു പോകും ലങ്സിലേക്ക്. അത് പിന്നെ ആയുഷ്കാല രോഗമായിട്ട് മാറും. അത് മാറൂല. പക്ഷെ നേരെ മറിച്ച് അയാള് പോലി നിർത്തിക്കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് തന്നെ വളരെയധികം മാറ്റങ്ങളുണ്ടാവും. മാറ്റങ്ങളുണ്ടാകുന്ന അയാളുടെ ശ്വാസത്തിന്റെ തടസ്സം ഒന്ന് കുറഞ്ഞു കിട്ടും. തിരിച്ചുവരവ് പെട്ടെന്നായിരിക്കും. അത് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് വിട്ടു നിൽക്കലാണ്, അബ്സ്റ്റിനൻസ്, ടോട്ടൽ വിട്ടു നിൽക്കൽ. പിന്നെ അയാൾക്ക് ക്യാൻസറിനുള്ള സാധ്യത 0 മാറും. ഒരു 6 മാസം കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞൊരു നോർമൽ ആളെ പോലെ ആവും അയാൾ. അതുപോലെ അയാൾക്ക് നല്ല രുചി ഉണ്ടാവും, ഭക്ഷണത്തിന് വിശപ്പുണ്ടാവും. അതൊക്കെ പെട്ടെന്നുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ്. ഇമ്പ്രൂവ്മെന്റ് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ അതിന് നല്ല മരുന്നുകളുണ്ട്, നിക്കോട്ടിൻ നിർത്താനുള്ള, സെസേഷനുള്ള നല്ല മരുന്നുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പൊ അയാളുടെ രക്ഷപ്പെടല് നിസ്സാരമല്ല. ഞാൻ പറഞ്ഞില്ലേ, 6 മാസം കൊണ്ട് തന്നെ അയാൾ രക്ഷപ്പെടലിലേക്ക് പ്രവേശിക്കും. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഡോക്ടർ. ഇത് ഞാൻ പറഞ്ഞത് ആ ഡോക്ടറിന്റെ ഒരു ഇതായിട്ടല്ല പറഞ്ഞത്. ആ ഡോക്ടർ പറഞ്ഞത് മദ്യപാനം പോലെ തന്നെ വളരെ വളരെ അതിനേക്കാളും ദോഷമായിട്ട് മദ്യപാനത്തെക്കാളും അല്ല, ഇത് ഭയങ്കര ഭീകര രോഗമല്ലേ? മദ്യപാനത്തെക്കാളും ഭീകര രോഗമല്ലേ ഹൃദ്രോഗം? അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അത് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളിതിവിടെ പൊതുവെ ചർച്ച ചെയ്യാറില്ലെന്ന രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഡോക്ടർ അങ്ങനെ മദ്യപിക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ആ ഡോക്ടർ, ഒരിക്കലും ഇല്ല. പല ആൾക്കാരും മദ്യം കുറച്ച് വല്ലപ്പോഴൊക്കെ കഴിക്കാന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയണേ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. താങ്ക് യു രഞ്ജു ഭായ്, താങ്ക് യു. നമ്മുടെ ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവരും 12 സ്റ്റെപ്പ് പ്രോഗ്രാമിൽ കൂടി മുമ്പോട്ട് പോവുക. താങ്ക് യു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്ര സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ജോളി ചേട്ടാ? Yes.